പുസ്തകങ്ങളും യാത്രകളും ഏറ്റവും മികച്ച ജീവിതാനുഭവങ്ങൾ നൽകുന്നുവെന്ന് പറയാറുണ്ട്. ഏതു തരം യാത്രയും മികച്ച അനുഭവങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നു. ചിലപ്പോൾ അപ്രതീക്ഷിതമായതും മധുരമുള്ളതുമായ അനുഭവങ്ങളും മറ്റു ചിലപ്പോൾ ദുരിതപൂർണമായതും. പാരീസ് എയർപോർട്ടിൽ 18 വർഷങ്ങൾ കുടുങ്ങിപ്പോയ മെഹ്റാൻ കരീമി നസേരിയുടെ അവസ്ഥ നമ്മളിൽ പലരും വായിച്ചിട്ടുണ്ടാകും. സ്റ്റീവൻ സ്പീൽബർഗിൻ്റെ ദി ടെർമിനൽ എന്ന സിനിമയുടെ പ്രചോദനം തന്നെ ആ മനുഷ്യനായിരുന്നു. ചില യാത്രക്കിടയിൽ മറ്റുള്ളവരുടെ തെറ്റുകൊണ്ട് ജയിൽ ജീവിതം അനുഭവിക്കേണ്ടി വന്നവരെക്കുറിച്ചും നാം വായിക്കാറുണ്ട്. നമ്മുടെ ഈ പോഡ്കാസ്റ്റ് ഷോയുടെ 33-ാമത്തെ എപ്പിസോഡിൽ ഇമിഗ്രേഷൻ കൗണ്ടറിലെ സാങ്കേതിക തകരാർ കാരണം ജയിൽ ജീവിതം അനുഭവിക്കേണ്ടി വന്ന ജിഷാൻ മാഹിയുടെ അനുഭവങ്ങളെക്കുറിച്ച് അദ്ദേഹം തന്നെ നമ്മളോട് സംസാരിക്കുകയുണ്ടായി. യാത്രക്കിടയിലുണ്ടായ അവിചാരിതമായ അങ്ങനെ ഒരു ദുരനുഭവത്തെക്കുറിച്ചാണ് ഈ എപ്പിസോഡ്. കൊടുങ്ങല്ലൂർ സ്വദേശിയായ ഹബീബ് തങ്ങൾ തൻ്റെ സുഹൃത്തുക്കളായ സമദ്, രാജേഷ് എന്നിവരുടെ കൂടെ നടത്താൻ ഉദ്ദേശിച്ച് നടക്കാതെ പോയ ചൈന യാത്രയെക്കുറിച്ചാണ് ഹബീബ് ഈ എപ്പിസോഡിൽ സംസാരിക്കുന്നത്. 50 മണിക്കൂറോളം ഹോങ്കോങ് എയർപോർട്ടിൽ അവർ നേരിട്ട യാതനകളെക്കുറിച്ച് വർഷങ്ങൾക്ക് ശേഷം ഹബീബ് തങ്ങൾ വീണ്ടും നമുക്കായി അത് ഓർത്തെടുക്കുകയാണ്. നിങ്ങൾ കേൾക്കുന്നത് പോഡ്കാസ്റ്റ് ബൈ അരവിന്ദ് ചന്ദ്രശേഖർ. ഹബീബ്, വെൽക്കം ടു പോഡ്കാസ്റ്റ് ബൈ അരവിന്ദ് ചന്ദ്രശേഖർ. താങ്ക് യു അരവിന്ദ്. ഹബീബ്, നമ്മൾ തമ്മിലൊരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മൾ സുഹൃത്തുക്കളാണ്. തീർച്ചയായിട്ടും. ഔപചാരികതകളൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഹബീബിനെ പരിചയപ്പെടുത്തുക. വളരെ സന്തോഷം. IT ഇതര മേഖലയിലാണ് ഹബീബിൻ്റെ ബിസിനസ്. ഒരുപാട് കോർപ്പറേറ്റുകൾക്കും നമ്മളീ പറയുന്ന പോലെ വിമാനത്താവളങ്ങൾക്കും ഷോപ്പിംഗ് മാളുകൾക്കും ഇൻഫർമേഷൻ ടെക്നോളജിയുമായും അല്ലാതെയുള്ള സേവനങ്ങൾ നൽകി വരുന്ന CTL ഇൻഫോകോം എന്ന കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. അതുകൂടാതെ ഔദ്യോഗികമായും അല്ലാതെയും ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ആളാണ്. യാത്രകളെപ്പോലെ പുസ്തകങ്ങളെയും പെയിൻറ്റിങ്ങുകളെയും കൂടാതെ ഒരു ആൻറ്റിക്വറിനുമാണ്. പുരാതന വസ്തുക്കൾ ശേഖരിക്കുന്ന ചിലവേറിയ ഹോബിയുള്ള ആളുമാണ്. ശരിയല്ലേ? അപ്പം നമ്മൾ ഈ യാത്രക്കിടയിലെ അപ്രതീക്ഷിത സംഭവങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. അപ്പോൾ ഹബീബിൻ്റെ യാത്രകൾക്കിടയിൽ ഉണ്ടായ അപ്രതീക്ഷിതമായ ഒരു സംഭവത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ശ്രമിക്കുന്നത്, അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തുടങ്ങിയാലോ? തീർച്ചയായിട്ടും. വളരെ സന്തോഷം ഉണ്ട്. എന്തായാലും ഈ യാത്രകൾ, ഇപ്പോൾ അരവിന്ദും യാത്ര ചെയ്യുന്നതാണ് എനിക്കറിയാം. എനിക്ക് യാത്രകൾ വളരെ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. ശരിക്കും ഓരോ യാത്രയും നമ്മൾ കൂടുതൽ ഓർക്കുന്നത് നമ്മൾ ആ യാത്രയിൽ എന്തെങ്കിലും അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടാകുമ്പോഴാണ് നമ്മളത് ഓർക്കുക. അപ്പം അങ്ങനെ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. ഞാൻ ലക്ഷദ്വീപിൽ പോയപ്പോഴും ഇന്ത്യയിൽ തന്നെ കൽക്കത്ത പോലുള്ള സ്ഥലങ്ങളിൽ പല സ്ഥലത്ത് പോയപ്പോഴൊക്കെ അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു തവണ ഞാൻ കൊലാപൂർ എയർപോർട്ടിൽ നിന്ന് എനിക്ക് ചണ്ഡീഗഡ് പോകണം. അപ്പോൾ കണക്റ്റഡ് ഫ്ലൈറ്റ് ആണ് ബോംബെ ആ ഒറ്റ ഫ്ലൈറ്റേ ഉള്ളൂ. ആ ഫ്ലൈറ്റ് മിസ്സായി. ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു വരും. അപ്പോൾ എനിക്കൊന്ന് വൈകുന്നേരം ബോംബെയിൽ നിന്ന് ഫ്ലൈറ്റ് കയറേണ്ടതാണ്. അത് അർജന്റ് മീറ്റിംഗ് പറഞ്ഞു, എനിക്ക് പോയേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ട്രക്കിൽ കയറി, ബസ്സിലും ട്രക്കിലൊക്കെ കയറിയിട്ടാണ് ബോംബെയിലെത്തിയത്. പക്ഷെ അത് എനിക്ക് ഫ്ലൈറ്റ് ഒന്ന് കറക്റ്റായിട്ട് കിട്ടിയെന്ന് ഞാൻ ഓർക്കില്ല യാത്ര ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് എപ്പോഴും എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്ന യാത്രകളായിരിക്കുള്ളൂ പിന്നീട് നമ്മൾ ഓർത്തിരിക്കുക. ആ സമയത്ത് നമുക്ക് വളരെ വിഷമമായിട്ട് തോന്നും. പക്ഷെ പിന്നീട് നമ്മൾ അത് ഓർത്തെടുക്കുമ്പോൾ ഒരു വല്ലാത്തൊരു അനുഭൂതി ആയിരിക്കുള്ളൂ. യാത്രകളെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ വരുന്ന ഒരു യാത്ര, ഞങ്ങളൊരു 3 പേര് ചൈനയിലേക്ക് പോയതാണ്. ശരിക്കും ചൈനയിലേക്കാണ് പോയതെങ്കിലും ചൈനയിലെത്തിയില്ല. അപ്പോൾ ചൈനയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് യാത്ര തിരിച്ചാണ്. ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു യാത്രയാണിത്. എൻ്റെ കൂടെ അന്ന് സമദ് എന്ന് പറഞ്ഞിട്ടൊരു പുള്ളി, രാജേഷ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 3 പേരാണ് അന്ന് പ്ലാൻ ചെയ്തത്. അപ്പോൾ സമദ് ശരിക്കും ഒരു ഗാർമെന്റ്സ് ബിസിനസ് ഒക്കെ ചെയ്യുന്നതാണ്. രാജേഷ് എന്നെ പോലെ തന്നെ പ്രോജക്ട്സ് അല്ല, പുള്ളി കമ്പ്യൂട്ടർ കോമ്പണൻസും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ചൈന മാർക്കറ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞങ്ങൾ യാത്ര പ്ലാൻ ചെയ്തത്. അപ്പം എന്തെങ്കിലും റീസൺ ഉണ്ടാക്കി കിട്ടിയാൽ ഒരു യാത്ര എന്തായാലും അതിൻ്റെ കൂടെ നടക്കും. അപ്പോൾ അതൊരിക്കലും ഒഴിവാക്കാറില്ല. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്തു. വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തു. അപ്പോൾ എൻ്റെയും രാജേഷിൻ്റെയും വിസ ത്രൂ ആയി. പക്ഷെ സമദിൻ്റെ വിസ മാത്രം
വന്നില്ല. 2 പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്തു, 2 പ്രാവശ്യം കിട്ടിയില്ല. അതിന്റെ കാരണം എന്താണെന്നറിയില്ല. അപ്പൊ ഞങ്ങള് അന്വേഷിച്ചപ്പോൾ ഹോങ്കോങ് വഴി ചൈനയിലേക്ക് പോവാം. ഹോങ്കോങ്ങിലാണ് ഇതിന്റെ ഓണറബിൾ വിസയാണ്. അവിടെ നിന്ന് വളരെ എളുപ്പത്തിൽ ചൈനയിലേക്ക് പോകാൻ പറ്റും. അവിടെ നിന്ന് ചൈന വിസ അടിച്ച് കിട്ടുമെന്നും ഒരു ഏജന്റിനോട് ചോദിച്ചാൽ പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ യാത്ര പ്ലാൻ ചെയ്തത്. അപ്പൊ ശ്രീലങ്കൻ എയർലൈൻസ് വഴി ടിക്കറ്റ് ബുക്ക് ചെയ്തു. കണക്റ്റഡ് ഫ്ലൈറ്റ് ആയിരുന്നു, കണക്റ്റഡ് ജേർണി ആയിരുന്നു. ശ്രീലങ്കയിൽ 1 ദിവസം, അതിനുശേഷം തായ്ലാൻഡിൽ 2 ദിവസം, ബാങ്കോക്കിൽ 2 ദിവസം, പിന്നീട് ഹോങ്കോങ്ങിൽ 2 ദിവസം, അവിടെ നിന്ന് ചൈനയിലേക്ക് പോകുക. അങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. അങ്ങനെ ഞങ്ങളിതുപോലെ തന്നെ യാത്ര തിരിച്ചു. 1 ദിവസം രാത്രി ശ്രീലങ്കയിൽ തങ്ങി, പിന്നീട് ബാങ്കോക്കിൽ ഇറങ്ങി 2 ദിവസം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹോങ്കോങ്ങിൽ എത്തണം. അപ്പോൾ ഹോങ്കോങ്ങിൽ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ വരുന്നത് തായ്ലാൻഡിൽ നിന്നാണല്ലോ, ബാങ്കോക്കിൽ നിന്നാണ്. അപ്പോൾ ബാങ്കോക്ക് എയർപോർട്ടിലെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ചിരിച്ച മുഖമായിട്ട് നമ്മളെ വെൽക്കം ചെയ്യാൻ വളരെ സന്തോഷത്തോടെ നിൽക്കുന്ന ആളുകളെയാണ് നമ്മളവിടെ കാണുക, ഓഫീസേഴ്സും എല്ലാവരും. പക്ഷെ ഞങ്ങൾ ഹോങ്കോങ് എയർപോർട്ടിൽ എത്തിയപ്പോൾ അവിടുത്തെ ആളുകൾ മുഖത്ത് തന്നെ ഒരു വല്ലാത്തൊരു ഗൗരവമാണ്. ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. ഒന്ന് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 150 പരം വർഷം ബ്രിട്ടന്റെ കോളനി ആയിരുന്നല്ലോ അവര്. ബ്രിട്ടൻ ഉപേക്ഷിച്ചത് 1997 അപ്പൊ ബ്രിട്ടൻ, എനിക്ക് തോന്നുന്നത് ബ്രിട്ടന്റെ ആ ഒരു അഹങ്കാരവും ധാർഷ്ട്യവും ഒക്കെ എനിക്ക് ഈ ഹോങ്കോങ്ങിന് കൊടുത്തിട്ടാണ് പോയത് തോന്നിപ്പോകും. കാരണം അതുപോലെയാണ് അവർ ഓരോരുത്തരും നമ്മൾ ഇറങ്ങുമ്പോ കാണുന്നത്. വളരെ പ്രൊഫഷണൽ ആയിട്ട് എല്ലാവരുടെ മുഖത്തും ഒരേ മുഖഭാവമാണ്. ഒരു ചിരിക്കുന്ന ഒരാൾ പോലും ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. തമാശ പറഞ്ഞ് ചിരിക്കുക അല്ലെങ്കിൽ ആരെങ്കിലും നോക്കി ഇതൊന്നുമില്ല. അവരുടെ ജോലിയിൽ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് എല്ലാവരും മുഖത്ത് ഒരേ മുഖഭാവത്തോടെ നിൽക്കുന്നു. അപ്പൊ ഞങ്ങൾ അവിടെ ഇറങ്ങി. അപ്പൊ തന്നെ ആ ഒരു വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും. ഈ ബാങ്കോക്ക് എയർപോർട്ടിൽ നിന്ന് നേരെ ഹോങ്കോങ്ങിൽ ഇറങ്ങിയപ്പോഴേ. അപ്പൊ ഓണറബിൾ വിസയാണ്. ഞങ്ങൾ അങ്ങനെ നേരെ എമിഗ്രേഷൻ കൗണ്ടർ നോക്കുമ്പോൾ നല്ല ക്യൂ ഉണ്ട്. അപ്പൊ ഞങ്ങൾ 3 പേരുണ്ട്. അപ്പൊ നോക്കിയപ്പോൾ 3 ക്യൂവിലായിട്ട് നിൽക്കാന്നുള്ളൊരു പ്ലാനിൽ ഞങ്ങൾ 3 പേരും 3 ക്യൂവിലേക്ക് അടുക്കുന്ന സമയത്താണ് തൊട്ടപ്പുറം ക്ലോസ്ഡ് എന്ന് പറഞ്ഞ ഒരു കൗണ്ടർ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു കൗണ്ടർ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തിട്ട് ഞങ്ങളോട് അങ്ങോട്ട് വരാൻ പറഞ്ഞു. അത് ഞങ്ങൾ എന്ത് ചെയ്യും, 3 പേരും കൂടെ നേരെ അങ്ങോട്ട് വന്നു. അപ്പൊ അവിടെ പുള്ളി ഞങ്ങൾ 3 പേരെ കണ്ടപ്പോൾ 3 പേരെ പാസ്പോർട്ട് തരാൻ പറഞ്ഞു. കൊടുത്തു. പുള്ളി ഇതെല്ലാം പാസ്പോർട്ട് മറിച്ച് നോക്കി. എന്നിട്ട് പുള്ളി ചോദിച്ചു, യു ആർ ഫ്രം ഇന്ത്യ ചോദിച്ചു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു അതെ, യെസ്. അങ്ങനെ പുള്ളി ഓരോരുത്തരുടെ പാസ്പോർട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ കൂടെ രാജേഷ് ഉണ്ട്, സമ്മതമുണ്ട്. അപ്പൊ പുള്ളി ആദ്യം പാസ്പോർട്ടിൽ നോക്കും, അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ മുഖത്തേക്ക് നോക്കും. അപ്പൊ ഞാനിനി ഈ പാസ്പോർട്ട് നോക്കിയിട്ട് എൻ്റെ പാസ്പോർട്ട് എടുത്ത് രാജേഷിന്റെ മുഖത്താണ് നോക്കുന്നതെന്നുള്ള ഒരു സംശയം ഞാൻ പറഞ്ഞു. ഞാൻ എല്ലാവരും പരിചയപ്പെടുത്തി കൊടുത്തു. ഐ എം ഹബീബ്, ഇത് രാജേഷ്, ഇത് സമദ്. ഞാൻ 3 പേരും. പുള്ളി അതൊക്കെ ഇത് ചെയ്തു. പുള്ളി ചോദിച്ചു നിങ്ങളെ ഹോട്ടൽ ബുക്കിംഗ് ഡീറ്റെയിൽസ് തരാൻ പറഞ്ഞു. അപ്പൊ ഹോങ്കോങ്ങിൽ ഇറങ്ങി ഈ ചോദ്യം ഉണ്ടാവുന്ന ഏജന്റ് നമ്മളോട് നേരത്തെ പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങൾ ഈ ഹോട്ടലെല്ലാം ബുക്ക് ചെയ്തിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കയ്യിലുണ്ട്. പക്ഷെ ഇത് ഞാൻ സ്റ്റോർ ചെയ്തത് എൻ്റെ ഐപാഡിൽ മെയിലാണ് കിടക്കുന്നുണ്ടായിരുന്നത്. കാരണം ഞാൻ ആ മെയില് ഐപാഡ് എടുത്ത് നോക്കുമ്പോഴാണ് ഫ്ലൈറ്റിലിരുന്നിട്ട് ഒരു സിനിമ കണ്ടിട്ട് ഈ ബാറ്ററി എല്ലാം തീർന്നു, ഇതിന്റെ ഐപാഡിന്റെ ബാറ്ററി തീർന്നു. അപ്പൊ ഞങ്ങളെ ഇങ്ങനെ ഒരു പരിഭ്രാന്തി കണ്ടപ്പോൾ പുള്ളി പറഞ്ഞു വാട്ട് ഹാപ്പൻ ചോദിച്ചു പുള്ളി. അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ ഐപാഡിന്റെ ബാറ്ററി തീർന്നു, സോ ക്യാൻ യു ഹെൽപ്പ് മീ ഔട്ട് ടു ചാർജ് ദ ഐപാഡ് എന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞു യു ഷോ യുവർ ഹോട്ടൽ ബുക്കിംഗ് ഡീറ്റെയിൽസ്. അത് മാത്രമേ പുള്ളി പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇറ്റ് ഈസ് ദെയർ ഇൻ മൈ മെയിൽ, ഗിവ് സം ടൈം തന്നെ. പുള്ളി പറഞ്ഞു നോ 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 നോ. അങ്ങനെ ഞാനെടുത്ത് ഇത് വെച്ചു. പുള്ളി പറഞ്ഞു നിങ്ങൾ യു ആൾ കം വിത്ത് അസ് എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി ഞങ്ങളെ പാസ്പോർട്ട് വാങ്ങിച്ചിട്ട് ഞങ്ങൾ മുന്നിലൂടെ നടക്കണ, പുള്ളിനെ ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ട് പുള്ളി നടക്കുകയാണ്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ പുള്ളി ഈ ഇത് വാങ്ങിച്ചിട്ട് ഇടക്ക് പുള്ളി തിരിഞ്ഞു നോക്കുന്നുണ്ട് ഞങ്ങൾ പുറകിലുണ്ടോന്ന് കൺഫേം ചെയ്യാനായിട്ട്. അങ്ങനെ കുറച്ച് ദൂരം ഇങ്ങനെ നടന്ന് ഒരു നോക്കുമ്പോഴൊരു ചെറിയൊരു സ്പേസ്, അവിടെ കുറച്ച് ക്യാബിനും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു ബെഞ്ച് ഉണ്ട്, ആ ബെഞ്ചിൽ ഇരിക്കാൻ പറഞ്ഞിട്ട് പുള്ളി അകത്തേക്ക് പോയി. അപ്പം ഞങ്ങൾ അവിടെ ഇരിക്കുകയാണ്. ഒരു 10 മിനിറ്റ് ഇരുന്നിട്ടുണ്ടാവും. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ഞങ്ങളെ മുഖത്ത് പോലും നോക്കാതെ നേരെ ആ ക്യാബിനിൽ നിന്ന് ഇറങ്ങി പോകുന്നു. അപ്പം ഞങ്ങൾ
ഞങ്ങൾ പാസ്പോർട്ടൊക്കെ പുള്ളി വാങ്ങിച്ചു കൊണ്ടുപോയതാണ്. പാസ്പോർട്ട് തിരിച്ചു തന്നിട്ടില്ല. അപ്പോൾ ഒരു പോലീസുകാരൻ വന്നിട്ട് പറഞ്ഞു, നിങ്ങളവിടെ ഇരിക്കാൻ പറഞ്ഞു. സിദ്ധായിരുന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ലേഡി പുറത്തേക്ക് വന്നിട്ട് ചോദിച്ചു, ഹൂ ഇസ് സമദ് എന്ന് ചോദിച്ചു. അപ്പോൾ സമദ് പെട്ടെന്ന് ഇത് ചെയ്തു. അപ്പോൾ ഈ ലേഡിയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു വലിയ ഉണ്ടക്കണ്ണും നല്ല പൊക്കവും മൊത്ത ശരീരമൊക്കെ ഉള്ള ലേഡിയാണ്. അവർ ആ ഡ്രസ്സിന് മീതെ അവർ കിട്ടിയ മെഡലും അതൊക്കെ ഒരു വലിയൊരു പ്രൗഢിയുള്ളൊരു ലേഡി. അപ്പൊ സമദിന്റെ പേര് വിളിച്ച് ഞാനും രാഷ്ട്രം സമദിന്റെ മുഖത്ത് നോക്കി. അവന് ഒന്നും മനസ്സിലാവേണ്ട എന്താ സംഭവിച്ചെന്ന് അറിയില്ല. ഇവനാണെങ്കിൽ നല്ല പൊക്കമുണ്ട്, ഒരു 6 അടി 3 ഇഞ്ച് പൊക്കം, അതിനകത്ത് വണ്ണവും കഷണ്ടിയൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. കണ്ടാ പേടിക്കാന്നുണ്ടെങ്കിൽ ഇവനോട് ഒരു 10 മിനിറ്റ് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആള് പാവമെന്ന് മനസ്സിലാവും. കാരണം അത്ര വളരെ സിമ്പിൾ ആയിട്ടുള്ള. അപ്പൊ അവൻ പെട്ടെന്ന് അവന്റെ പേര് വിളിച്ചപ്പോൾ ആകെ പേടിച്ചു പോയി. അപ്പൊ ഞങ്ങൾ നോക്കിയോ, കം വിത്ത് മീ എന്ന് പറഞ്ഞിട്ട് സമ്മതനം വിളിച്ച് അവര് ക്യാബിനിലേക്ക് പോയി. അപ്പൊ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് അപ്പൊ എന്താണ് സംഭവിക്കുന്നത് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളപ്പോ വളരെ എന്താണ് ആകെ വളരെ പരിഭ്രാന്തരായിട്ടാണ് ഇരിക്കുന്നത്. എന്താണ് അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോഴും ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇവര് പുറത്തിറങ്ങി വന്നിട്ട് ചോദിച്ചു, ഹൂ ഇസ് ഹബീബ് എന്ന് ചോദിച്ചു. അപ്പൊ രാജേഷന്റെ മുഖത്ത് വയ്ക്കുന്നു. ഞാൻ ചോദിച്ചു, ഐ ആം ഹബീബ്. അപ്പൊ എന്നോട് ചോദിച്ചു, ഡു യു നോ സമദ്? ഞാൻ പറഞ്ഞു, എനിക്കറിയാം. ഹീസ് മൈ നൈബർ ആൻഡ് മൈ ക്ലോസ് ഫ്രണ്ട്. അപ്പോൾ പിന്നെ അവരിങ്ങനെ ചോദ്യമാണ്, അവന് എത്ര കുട്ടികളുണ്ട്, അവന്റെ പേര് പറയും, കുട്ടികളുടെ പേര് പറയും. അപ്പൊ ഞാൻ പറഞ്ഞു, അവന് 3 കുട്ടികളുണ്ട്. അപ്പൊ അവരുടെ പേര് പറയാൻ പറഞ്ഞു. അപ്പൊ പേര് പറയാൻ പറഞ്ഞപ്പോഴാണ്, കാരണം ഇവര് വീട്ടിൽ വിളിക്കുന്നത് തക്കു, ചക്കു, കുക്കു എന്നാണ്. മൂത്തവനെ വിളിക്കുന്നത് കുക്കു, രണ്ടാമത്തവനെ തക്കു, അതിന്റെ ഇളവനെ ചക്കു. അപ്പൊ ഞാൻ പറഞ്ഞു, കുക്കു തക്കു. വാട്ട് കുക്കു തക്കു ചക്കു? അപ്പൊ നീ അവർ കറക്റ്റ് ആയിട്ടുള്ള പേര് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് ഒഫീഷ്യൽ പേര് അറിയില്ല. കാരണം ഇതിന്റെ കുട്ടികളുടെ ഒഫീഷ്യൽ പേര് വല്ലാത്തൊരു പേരാണ്, ഒരു യൂണിക് നെയിമാണ് എല്ലാവർക്കും ഇട്ടേക്കുന്നത്. അപ്പൊ ഇവര് ഒരു പ്രാവശ്യം കണ്ട് ഇവൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇവരെ പേര്, ഇവര് ജനിച്ച ആ പേരിട്ട സമയത്ത്. അത് അവൻ തന്നെ പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നത്. അപ്പൊ ഒട്ടും ഓർമ്മിക്കാൻ പറ്റില്ല. പറഞ്ഞു അവര് പറഞ്ഞു, ഇതല്ലല്ലോ അവരുടെ പേര്. ഞാൻ പറഞ്ഞു, ഇതാണ് അവർ പിക് നെയിംസ്, അവര് വിളിക്കുന്നത് നിക് നെയിംസ് ഇതാണ്, മറ്റു പേര് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. നീ അവന്റെ ബെസ്റ്റ് ഫ്രണ്ടില്ലേ, എന്നിട്ടും നിനക്ക് കുട്ടികളുടെ പേരറിയില്ല? ഞാൻ പറഞ്ഞു, ഈ പേരുകൾ എനിക്കറിയുള്ളൂ, കാരണം ഞാൻ സ്ഥിരമായിട്ട് അവരെ വിളിക്കുന്ന പേര് ഇതാണ്. അപ്പൊ അവന്റെ വൈഫ് എന്ത് ചെയ്യുന്നു, വൈഫിന്റെ ജോലി, മീൻസ് പേരെന്താണ്, ഇതൊക്കെ ചോദിച്ചു. അപ്പൊ ഏകദേശമൊക്കെ ഞാൻ ഉത്തരം പറഞ്ഞു. ഈ കുട്ടികളുടെ പേര് മാത്രമേ എനിക്ക് പറയാതിരുന്നു. അപ്പൊ എത്ര വർഷമായിട്ട് ഇവനെ അറിയാം, അപ്പൊ അങ്ങനെയൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നവര്. അപ്പൊ അത് കഴിഞ്ഞ് അവർ അകത്തേക്ക് പോയി ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഇട്ടുണ്ടാവും. അപ്പൊ സമദ് പുറത്തേക്ക് വന്നിട്ട് ബെഞ്ചിലിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ സംഭവിച്ചു? കുറെ ചോദ്യങ്ങൾ ചോദിച്ചു എന്നോട്. അങ്ങനെ ഞങ്ങളിങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടക്ക് എന്നെയും രാജേഷിനെയും വേറൊരു പോലീസുകാരൻ വന്ന് വിളിച്ച് അവരെ ക്യാബിനിലേക്ക് കൊണ്ടുപോയി. ഇതൊക്കെ ഇമിഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് അല്ലേ? ആൾക്കാരാണ്, അതെ, ഇമിഗ്രേഷനായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്. അവരെ ഡ്രസ്സ് പോലീസ് ഡ്രസ്സാണ്. അപ്പൊ ഇമിഗ്രേഷൻ പോലീസ് തന്നെയാണ് അത്. അങ്ങനെ എന്നെയും രാജേഷിനകത്തേക്ക് വിളിച്ചുകൊണ്ടുപോയി ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, കയ്യിൽ എത്ര ഡോളർ ഉണ്ട്, ആ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു. അപ്പോൾ അതൊക്കെ പറഞ്ഞു. അപ്പൊ വീണ്ടും ക്വസ്റ്റ്യൻ, നിങ്ങൾ എന്തിനാണ് ചൈനയിലേക്ക് പോകുന്നത്, ഹോങ്കോങ്ങിൽ എന്തിനാണ് വന്നത്, ഇത്തരം ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങള് ബിസിനസ്സുകാരാണ്. ഞാൻ പുള്ളിയോട് പറഞ്ഞു, ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക, എൻ്റെ പേര് ഹബീബ് തങ്ങൾ, ഞാനൊരു IT പ്രൊഫഷണലാണ്, ഇന്ത്യയിലാണ്, കേരളത്തിലാണ്, കൊച്ചിയിലാണ് എന്നൊക്കെ പറഞ്ഞു പുള്ളിയോട്. അപ്പൊ പുള്ളി അപ്പൊ തന്നെ യൂട്യൂബിൽ എൻ്റെ പേര് സെർച്ച് ചെയ്തു. മനോരമയില് മുമ്പ് പണ്ടെങ്ങോ ഈ iPad വാങ്ങിച്ചപ്പോ അവര് iPad ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന്റെ ഒരു വീഡിയോ മനോരമ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോ ഇങ്ങനെ കണ്ടുപോയി. അപ്പൊ ഈ മലയാളത്തിനാണല്ലോ പറയുന്നത്. അവര് വിചാരിച്ചിട്ടുണ്ട് എന്തെങ്കിലും മഹാസംഭവമാണ് ഞാൻ പറയണമെന്നുള്ളൊരു ഇതില് അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തോ സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് രാജേഷിനോട് ചോദിച്ചു ചോദ്യങ്ങളൊക്കെ. രണ്ടുപേരും ഹബീബ് ആൻഡ് രാജേഷ് ക്യാൻ വിസിറ്റ് ഹോങ്കോങ്, ബോത്ത് ഓഫ് യു ക്യാൻ ഗോ, ബട്ട് സമദ് ഹാസ് ടു സ്റ്റേ ഹിയർ. സമദ് അത് കേട്ടോടി ആകെ ഇതായിപ്പോയി, വല്ലാത്തൊരു വിഷമമായി. കാരണം അവളൊരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, സമദിനെ മാത്രം ഒറ്റയ്ക്കാക്കിയിട്ട് എന്തായാലും ഞങ്ങൾ ഹോങ്കോങ് കാണുന്നില്ല.
എന്തായാലും ഞങ്ങൾ 3 പേരും പോകണ്ടെന്ന് തീരുമാനിച്ചു. ഞങ്ങളും പോകുന്നില്ല. കേരളത്തിൽ നിന്ന് ഞങ്ങൾ 3 പേര് ഒരുമിച്ച് യാത്ര ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഒരാളെ ഉപേക്ഷിച്ചിട്ട് നമുക്ക് പോകാൻ താല്പര്യമില്ല. പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇവര് വിളിച്ചു, ആർ യു ഷുവർ എന്ന് ചോദിച്ചു. ഞങ്ങൾ അതെ. അപ്പൊ ഈ സമത് ഇവിടെ സമതിനോട് നിർത്തണം എന്നുള്ളത് എന്താണ് ഒരു ഉദ്ദേശം എന്ന് നമുക്കറിയില്ല. അപ്പൊ നമ്മളിപ്പോ അതിന്റെ കൂടെ ചേർന്നു. അപ്പൊ സമതിന്റെ കൂടെ ഞങ്ങൾ നിൽക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഒരു വീണ്ടും ചോദിച്ചു, ഉറപ്പാണോ ചോദിച്ചു. തീർച്ചയായിട്ടും അതെന്ന് പറഞ്ഞു. അതിനൊരു ഞങ്ങൾ പാസ്പോർട്ടും കൊണ്ട് അകത്തേക്ക് പോയി. വീണ്ടും ഒരു 10-15 മിനിറ്റ് അവിടെ ഇരുന്നു. അത് കഴിഞ്ഞപ്പോൾ 2 പോലീസുകാർ വന്നു. പോലീസുകാർ വന്നിട്ട് ഞങ്ങളോട് വരാൻ പറഞ്ഞു. ഞങ്ങളെ 3 പേരെ കൊണ്ടുപോയി നോക്കുമ്പോഴൊരു ബാഗേജ് സ്കാനറിന്റെ ഒരു അടുത്തേക്കാണ് കൊണ്ടുപോകണം കേട്ടോ. അപ്പൊ ഞങ്ങളെ ബാഗും കാര്യങ്ങളെല്ലാം അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ആ സ്കാനറിന്റെ അടുത്ത്. എന്നിട്ട് ഞങ്ങൾ ബാഗ് ഓരോന്നായിട്ട് അവർ സ്കാൻ ചെയ്തു. ബാഗ് ഓരോന്നായിട്ട് അഴിച്ചിട്ട് അതിൻ്റെ അകത്ത് നിന്ന് ഓരോരോ വസ്ത്രങ്ങൾ, ഓരോരോ ഐറ്റംസ് എടുത്ത് പുറത്തിട്ടു. അതെല്ലാം ഒരു ഫിസിക്കൽ ഒരു മുട്ടുസൂചി തപ്പുന്ന രീതിയിൽ അവരെല്ലാം സ്കാൻ ചെയ്തു. ഞങ്ങളെ കംപ്ലീറ്റ് ഫുള്ളി സ്കാൻ ചെയ്തു. ഞങ്ങൾ ഷർട്ടൊക്കെ അഴിച്ചു, പാൻസ് അഴിച്ചു, ഇതെല്ലാം ഫുള്ള് സ്കാൻ ചെയ്തു. ബാഗ് ഒന്നും കൂടെ അവർ ബാഗ് സ്കാനിൽ ഇട്ടിട്ട് സ്കാൻ ചെയ്തു. എന്നിട്ട് ഞങ്ങളോട് വീണ്ടും വരാൻ പറഞ്ഞു. 2 പോലീസുകാരെ വേറെ വിളിച്ചു വരുത്തി ഞങ്ങളെ ബാഗേജും കയ്യിലെടുത്തിട്ട് അവർ തന്നെ എടുത്തു. അങ്ങനെ ഞങ്ങള് കൊണ്ടുപോയിരുന്നു. അപ്പൊ ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല എവിടേക്കാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. ഞാൻ ഇവരോട് ചോദിച്ചു, എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു. എന്താണ് വിഷയം, എന്താണ് പ്രശ്നം, എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ യു ആൾ കം വിത്ത് us. ഹോങ്കോങ്ങിലായതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മനസ്സിലാവും. വേറൊരു രാജ്യത്താണെങ്കിൽ ചിലപ്പം അതെ, നമ്മൾ ചൈനയിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്താണെങ്കിൽ പെട്ടു. ഭാഷ ഇവിടെ ഒരു പ്രശ്നമല്ലല്ലോ. അവരുടെ ഒഫീഷ്യൽ ഭാഷ തന്നെയാണല്ലോ അവര് സംസാരിക്കുന്നത്. അപ്പൊ അവർക്ക് നമ്മൾ ഇംഗ്ലീഷ് പറയുന്നത് ഇപ്പൊ ചിലർ, എനിക്ക് തോന്നുന്ന ഈ എമിഗ്രേഷനിലൊക്കെ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴൊക്കെ അവർക്ക് നിങ്ങൾ ഇന്ത്യൻസ് ഒക്കെ ഇംഗ്ലീഷ് സംസാരിക്കുന്നു എന്നുള്ളൊരു രീതിയിലൊക്കെയാണ് അവർ നോക്കുക. അപ്പൊ അങ്ങനെ ഞങ്ങള് ഇവര് പോലീസുകാരോട് പോയി കുറെ നടന്ന് ചെന്നപ്പോൾ വേറൊരു ഏരിയ, ഒരു ഐസൊലേറ്റഡ് ഏരിയ, അത് എയർപോർട്ടിനോട് അനുബന്ധിച്ചിട്ടുള്ള, പക്ഷെ എയർപോർട്ടിന്റെ യാതൊരു വിധത്തിലുള്ള തിരക്കൊന്നുമില്ല, വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ കാണുന്നുണ്ട്. അവിടെ ചെന്ന് കയറിയപ്പോൾ കിരൺ ബേദിനെ പോലത്തെ ഒരു ലേഡി ഇങ്ങനെ ഇരുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതുന്നുണ്ട്. ഒരു ബുക്കിൽ എന്തൊക്കെ അങ്ങനെ കുത്തിക്കുറിക്കുന്നുണ്ട്. അവർ പുറകിലും ഡിസ്പ്ലേ ഉണ്ട്. ആ ഡിസ്പ്ലേ ഇൻ ദ സെൻസ് ഒരു ബോർഡ് ഉണ്ട്. ആ ബോർഡിൽ കുറച്ച് ആളുകൾ പേരും ഒക്കെ എഴുതിയിട്ടുണ്ട്. അവരുടെ പേര്, അവര് വന്ന സ്ഥലം, പോകുന്ന സ്ഥലം ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അവരുടെ രാജ്യം, അതുപോലെ തന്നെ ഓരോരുത്തരുടെ പേര്. അപ്പൊ ഞാൻ ആലോചിച്ചു ഇത് എന്താണ് ഈ പേരുകളെ കണ്ടപ്പോഴേ, ബോർഡിൽ പേരൊക്കെ കണ്ടപ്പോഴേ, ഇനിയിപ്പോ ഇത് ഓരോരുത്തരെ വല്ല ജയിലിൽ കൊണ്ടടക്കാനാണോ, വല്ല തൂക്കി കൊല്ലാനാണോ, അല്ല വെടിവെച്ച് കൊല്ലാനാണോ, ഇതൊക്കെ നമ്മള് ചിന്തിക്കുന്നില്ല. നമ്മള് എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. നമ്മൾ എവിടെയെങ്കിലും എത്തിപ്പെട്ട് അതിന്റെ എക്സ്ട്രീം നെഗറ്റീവ് ചിന്തിക്കുക. പിന്നെ നമ്മളെ സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഞെട്ടലുണ്ടാവില്ല, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഞാൻ അതൊക്കെ ഇങ്ങനെ ആലോചിച്ചു എന്തായിരിക്കും എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ 3 പേരെ പാസ്പോർട്ടും അവിടെ ഇരുന്ന് ലേഡിക്ക് കൊടുത്തു. കൈമാറി ഞങ്ങള് ബാഗേജൊക്കെ അവര് ബാഗെല്ലാം എടുത്ത് വേറൊരു ഏരിയയിൽ വെച്ചു. എന്നിട്ട് ഞങ്ങളെ പേരൊക്കെ എഴുതിയെടുത്തു. അപ്പൊ ലേഡി പറഞ്ഞു ഞങ്ങളോട്, നിങ്ങൾക്ക് അത്യാവശ്യമുള്ള ഡ്രസ്സ് ഇപ്പം എടുക്കാൻ പാടില്ല, നാളെ നിങ്ങൾക്ക് രാവിലെ ബ്രഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ബ്രഷൊക്കെ നിങ്ങൾ അതാത് സമയത്ത് വന്ന് എടുക്കുക അതിൻ്റെ അകത്ത്. അതുപോലെ അന്നാത്തെ ഡ്രസ്സ് വന്നിട്ട് എടുക്കണം, ബാഗ് അകത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ 2 സ്റ്റെപ്പ് മേലെ ഞാൻ നോക്കുമ്പോഴൊരു ലാൻഡിങ് ഏരിയ പോലെ, അവിടെ ഇങ്ങനെ കുറച്ച് കസേരകളൊക്കെ അലക്ഷ്യമായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അവിടെ ഒരു 10-25ഓളം ആളുകൾ ഇരിക്കുന്നുണ്ട്. നോക്കിയിടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഏഷ്യൻസും ആഫ്രിക്കൻസും ഉള്ളൂ. എൻ്റെ കുറെ മിക്കവാറും ഇന്ത്യക്കാരാണ് അതിൻ്റെ അകത്ത്. ഒരു യൂറോപ്യനോ അമേരിക്കനോ ഒന്നുമില്ല അതിൻ്റെ അകത്ത്. അപ്പൊ അവരിങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മളോട് ബാഗെല്ലാം അവർ വാങ്ങിച്ചുകൂടെ വെച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു, അവിടെ ഇരിക്കാൻ പറഞ്ഞു. അത് ഞാൻ ആ സ്റ്റെപ്പ് ഇങ്ങനെ മുകളിലേക്ക് കയറുമ്പോൾ അവിടെ നമ്മൾ ഈ പഴയ ടെലിഫോൺ ബൂത്ത് പോലത്തെ ഒരു പബ്ലിക് ടെലിഫോൺ ഉണ്ടല്ലോ, അതുണ്ട് അവിടെ. അപ്പോൾ പോലീസ് ഓഫീസർ പറഞ്ഞു, നിങ്ങൾക്ക് അഥവാ ഫോൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ പൈസ തന്നാലും ഞങ്ങൾ ടെലിഫോൺ കാർഡ് വാങ്ങിച്ചു തരാം, നിങ്ങൾക്ക് നാട്ടിൽ എവിടെയെങ്കിലും ഫോൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഒരാളിങ്ങനെ ഒന്ന് ഫോൺ ചെയ്യുന്നുണ്ട് അതിൻ്റെ അടുത്ത്. അപ്പോൾ രാജേഷ് എനിക്കൊന്ന് വീട്ടിലേക്ക് വിളിക്കണം, മക്കളോടൊന്ന് സംസാരിക്കണം. നമ്മൾക്ക് ആകെ പറയടായി എന്താണ്. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അപ്പൊ ഞാൻ നോക്കുമ്പോഴും കുറച്ച് ആളുകൾ ഇരിക്കുന്നുണ്ടല്ലോ അവിടെ. അതിലൊരു
മുസ്ലിം വേഷമണിഞ്ഞ സ്ത്രീ ഉണ്ട്, 2 കുട്ടികൾ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്, ഒരു ആഫ്രിക്കക്കാരൻ ഇരിക്കുന്നുണ്ട് അവിടെ, കണ്ടാലറിയാം. പിന്നെ അങ്ങനെ കുറച്ച് പേര് ഇന്ത്യൻസ് അവരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ രാജേഷ് ഫോൺ ചെയ്യാൻ പോയപ്പോൾ ഈ ഫോൺ ചെയ്തിരുന്ന ആള് ഇങ്ങനെ നടന്നു പറയാണ് ആ ചേട്ടനടുത്ത്. അപ്പൊ ഞാൻ പുള്ളിയോട് ചോദിച്ചു, നീ ഏത് രാജ്യക്കാരനാണ് ചോദിച്ചു. അപ്പൊ പുള്ളിയോട് ചോദിച്ചു, വാട്ട് ഈസ് യുവർ നാഷണാലിറ്റി? അപ്പൊ ഞാൻ പറഞ്ഞു, ഐ എം എൻ ഇന്ത്യൻ. അപ്പൊ പുള്ളി പറഞ്ഞു, ഐ ലോസ് മൈ കൺട്രി, ഐ എം ഫ്രം ഇറാഖ്. അപ്പൊ ഞാൻ രാജ്യമില്ലാത്തവനാണ്, ഇറാഖിൽ നിന്നാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഹൗ കം യു ആർ ഹിയർ? അപ്പൊ പുള്ളി ശരിക്കും ഇറാഖിൽ നിന്ന്, പുള്ളിയുടെ ജ്യേഷ്ഠന്റെ ഏതോ സുഹൃത്ത് ഇവിടെ ഉണ്ട്, ഹോങ്കോങ്ങിലുണ്ട്. അപ്പൊ ഇവർക്ക് ഇവിടെ ജോലി കാര്യങ്ങൾ അഭയം കൊടുക്കാന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിച്ചിട്ട് അയാളുടെ അടുത്തേക്ക് വന്നാണ് ഇവര്, ഈ ഫാമിലി ആയിട്ട്. പക്ഷെ ഇവര് ഹോങ്കോങ് എമിഗ്രേഷൻ പോലീസ് ഇവർ തടഞ്ഞു. അങ്ങനെ പുള്ളി അവരെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം, എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്ത് പോകാൻ പറ്റുമെന്ന് പുള്ളി ശ്രമിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ പുള്ളിയുടെ 2 കുട്ടികൾ ഇങ്ങനെ ഓടി കളിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ, അവർക്കൊന്നും അറിയില്ല. ആ സ്ത്രീയും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ കുട്ടികൾ, ഇയാള് ഫോൺ കഴിഞ്ഞ് വന്നപ്പോൾ കുട്ടികൾ ഇയാളെ കയ്യിലൊക്കെ പിടിച്ചു. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി ഇയാളെ കുട്ടികളാണ്. അങ്ങനെ അവിടെ നിന്നു. രാജേഷ് ഫോൺ ചെയ്ത് ഞങ്ങള് ഈ പറയുന്ന ചെയറിലിരിക്കുകയാണ്, വന്ന് ഇരുന്നു, ചുറ്റും നോക്കി. അപ്പൊ ഞാൻ ഇരിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ആഫ്രിക്കാരൻ ഇരിക്കുന്നത്, അതിനടുത്തായിട്ടാണ് സമതും രാജേഷും ഇരിക്കുന്നത്. ഞാൻ ഇവരോട് പറഞ്ഞു, മലയാളത്തിൽ പറഞ്ഞു, ഈ ആഫ്രിക്കയിലാണ് എല്ലാം ഉത്ഭവിക്കുന്നത്, അപ്പൊ എന്താന്ന് പറയാൻ പറ്റില്ല, നീ കുറച്ച് നീങ്ങിരുന്നോളാൻ പറഞ്ഞു. കാരണം ഇവരൊക്കെ എവിടെ നിന്നാണ് വരുന്നത് എന്താ നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ ഞാനിത് പറയുന്നത്, മലയാളത്തിൽ പറയുന്നത് കേട്ടിട്ട് ആ ആഫ്രിക്കാരൻ എന്റെ മുഖത്ത് എന്നെ ഇങ്ങനെ നോക്കി, തിരിഞ്ഞു നോക്കി ചിരിച്ചു. അപ്പൊ ചിരിച്ചപ്പോ അയാളെ പല്ലുകൾ വളരെ, ലോകത്തിലെ ഏറ്റവും നല്ല പല്ലുകളുള്ള ആഫ്രിക്കൻസിന്റെ പല്ലുകളാണ്, മുത്തുപോലത്തെ പല്ല്, ഇങ്ങനെ തിളങ്ങിയ പല്ലുകൾ. അപ്പൊ ഞാൻ ചിരിച്ചു. അപ്പൊ പുള്ളി ചോദിച്ചു, യു ഫ്രം? ഞാൻ പറഞ്ഞു, ഫ്രം ഇന്ത്യ. ഓ ഇന്ത്യ, വിച്ച് പാർട്ട് ഓഫ് ഇന്ത്യ? അപ്പൊ ഞാൻ പറഞ്ഞു, ഫ്രം കേരള. ഓ കേരള, വിച്ച് പാർട്ട് ഓഫ് കേരള? ഞാൻ പറഞ്ഞു, ഒരു ആഫ്രിക്കക്കാരൻ ഇന്ത്യ ചോദിച്ചു, കേരളം ചോദിച്ചു, പിന്നെ ഞാൻ പറഞ്ഞു കൊച്ചി. ഓ യു ഫ്രം കൊച്ചി? അതെ. അപ്പോ ഞാൻ ചോദിച്ചു, എങ്ങനെ നിനക്ക് കൊച്ചി എങ്ങനെ അറിയാം? അപ്പോഴാണ് പുള്ളി പറയുന്നത്, പുള്ളി കെനിയക്കാരനാണ്. കഴിഞ്ഞ വർഷം പുള്ളി കൊച്ചിയിൽ മാരത്തോൺ ഓടാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുള്ളി പറഞ്ഞു, യു ആർ ഫ്രം കൊച്ചി, യു ആർ മലയാളി, യു ആർ ഓൾ ഗുഡ് പീപ്പിൾ, നൈസ് പീപ്പിൾ. പുള്ളി നമ്മളെയൊക്കെ വളരെ അങ്ങനെ പുകഴ്ത്തിയാണ് നമ്മളെ മലയാളികളൊക്കെ. അയാളപ്പോ കഴിഞ്ഞ പ്രാവശ്യം മാരത്തോണിന് ഓടാനായിട്ട് വന്നപ്പം അയാള് മലയാളികളെ പരിചയപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പരിചയപ്പെട്ടു, അതെ അതെ, കിട്ടിയ ഹോസ്പിറ്റാലിറ്റി ഒക്കെ ഓർക്കുകയാണ് അയാള്. അപ്പൊ ഓടിയിരുന്ന പുള്ളിക്ക് എന്തോ സെക്കൻഡ് പ്രൈസ് കിട്ടിയിരുന്നു, ആൻഡ്രൂസ് എന്ന് പറ്റുന്ന പേര്, കെനിയക്കാരൻ. അപ്പൊ ഞാൻ ചോദിച്ചു, ഹൗ കം യു ആർ ഹിയർ? അപ്പൊ പുള്ളി പറഞ്ഞു, പുള്ളി ശരിക്കും പിറ്റേ ദിവസം ചൈനയിൽ ഓടേണ്ടവനാ. അപ്പൊ ഒരു ദിവസം ഹോങ്കോങ്ങിൽ പുള്ളിക്ക് ഹാൾട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ബാഗേജ് എല്ലാം പുള്ളി നേരിട്ട് ചൈനയിലേക്ക് അയച്ചു. അപ്പൊ ഇദ്ദേഹം ചൈനയിൽ പോകാൻ വന്ന ഒരാളാണ്. ഒരു ദിവസം ഹോങ്കോങ്ങിൽ തങ്ങുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ ഇവനെ തടഞ്ഞു. അപ്പൊ ഇവനോട് പറഞ്ഞു, നീ അങ്ങനെ ഹോങ്കോങ് നാളെ ചൈനയിൽ പോയി ഓടണ്ട, നീ തിരിച്ച് നാട്ടിലേക്ക് പോയിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇവനവിടെ തടഞ്ഞു വെച്ചേക്കെ. അപ്പൊ ഇവൻ പറയണേ, ഞാൻ എന്റെ ഇതെല്ലാം റെഡിയാണ്, എല്ലാ പേപ്പേഴ്സും റെഡിയാണ്, അവര് തന്നതെല്ലാം ഞാൻ കാണിച്ചു. ഞാൻ പറഞ്ഞു, നീ ഇത്ര ലോകം അറിയപ്പെടുന്ന ഒരു അത്ലറ്റ് ആണോ, മിക്കവാറും മാരത്തോണിൽ ഓടി പ്രൈസ് കിട്ടുന്നവനാണ് അവൻ. അപ്പൊ നിന്നെ ഇവര് വിട്ടില്ല. അപ്പൊ അവർ വിട്ടില്ല, പ്രത്യേകിച്ച് ചൈനയിൽ ഓടാൻ പോകുന്നപ്പോ അവര് പറഞ്ഞു, നീ ഓടണ്ടെന്ന്. അങ്ങനെ അപ്പൊ ഇവന്റെ പറയുന്ന വെച്ചാൽ ഇവന്റെ ബാഗുകളെല്ലാം അങ്ങോട്ട് അയച്ചു, ചൈനയിലേക്ക് അയച്ചു. അപ്പൊ അതെന്താണ് ഇവന്റെ ഒരു ആശങ്ക, ഇവനെ ഹോൾഡ് ചെയ്തേക്കണം ഇങ്ങനെ. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട ഒരു ലേഡി പെട്ടെന്ന് അവിടെ വന്നു, ആ ഒരു ഉണ്ടക്കണ്ണുള്ളൊരു തടിച്ചൊരു ലേഡി. അപ്പൊ ഇവരെ കണ്ടത് ഇവന് ഭയങ്കരമായിട്ട് പേടിച്ചിട്ട് വല്ലാത്തൊരു അവസ്ഥയിൽ അവന് ഇരുന്നത്. അപ്പൊ അവര് അടുത്ത് വന്ന് ഇവനോട് എന്തോ ചോദിച്ചപ്പോ ഇവൻ തിരിച്ചു ചോദിക്കുന്നത്, വെർ ഈസ് മൈ ബാഗേജ്, വെർ ഈസ് മൈ ബാഗേജ്, ഇതാണ് ഇവൻ ചോദിക്കുന്നത്. ഇവന്റെ ലഗേജ് എന്താണെന്നുള്ളതാണ് ഇവൻ ഇവരോട് ചോദിക്കുന്നത്. ഇവന്റെ ഒരു പേടി അതാണ്. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, നീ ഇങ്ങനെ പേടിച്ച് ചോദിക്കേണ്ട കാര്യമില്ല, നീ കറക്റ്റ് ആയിട്ട് ചോദിക്കുന്നത്, ധൈര്യപൂർവ്വം ചോദിക്കുന്നേ, നിനക്ക് ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ട്, കാരണം നിന്റെ എല്ലാ പേപ്പറും എല്ലാം ഇതുണ്ട്, പിന്നെ അനാവശ്യമായിട്ട് ഒരു ഹോൾഡ് ചെയ്താണ് അവിടെ. പക്ഷെ ഇവർക്കൊന്നും വോയിസ് ഇല്ല, സംസാരിക്കുന്നില്ല. അങ്ങനെ ഇവനെ പരിചയപ്പെട്ടു. അപ്പൊ നോക്കുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലായി. അതായത് നമ്മളെ ഇവിടുന്ന് ഡീപ്പോർട്ട് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇവരിവിടെ കൊണ്ടുവന്നൊക്കെയാണ്.
എന്തായാലും ഹോങ്കോങ്ങിൽ നമ്മൾ ഇറക്കില്ല എന്ന് തീരുമാനിച്ചു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അതിന് കുറച്ച് ഫ്രണ്ടിലായിട്ട് ഒരു വലിയൊരു ഇരുമ്പ് ഗേറ്റ് ഉണ്ട്. അപ്പൊ ഈ പോലീസുകാരൊക്കെ ഇരുത്തിയേക്കുന്നത് നമുക്കൊരിക്കലും ഇവരെ കവർ ചെയ്തിട്ട് പുറത്തു പോകാൻ പറ്റില്ല. ഇവര് മാറിയിട്ട് അതേ രീതിയിലാണ് ഇവര് സീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത്. അങ്ങനെ ഞങ്ങൾക്കുള്ള ഭക്ഷണം വന്നു, ഡിന്നർ വന്നു, നല്ല പോളിത്തീൻ കവറിലൊക്കെ പാക്ക് ചെയ്ത് നല്ല ഹൈജീൻ ആയിട്ടുണ്ട് ഒരു ഫുഡൊക്കെ സെർവ് ചെയ്യുന്നു. അത് വന്നു, അത് കഴിച്ചു ഒരു ഏകദേശം ഒരു 9 മണിയായി കാണുന്നിരിക്കുന്നു. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു കയറിക്കോളാൻ പറഞ്ഞു, അകത്തേക്ക് നിങ്ങൾ അകത്തേക്ക് പോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഒരു വലിയൊരു ഇരുമ്പ് ഗേറ്റ് ഉണ്ട്. അങ്ങനെ ആ ഇരുമ്പ് ഗേറ്റ് തുറന്നിട്ട് ഞങ്ങൾ ഓരോരുത്തർ അതിൻ്റെ അകത്ത് കയറ്റാണ്. അപ്പോൾ ഞാനതിൽ കയറി നോക്കുമ്പോൾ ഒരു നീണ്ടൊരു വരാന്ത പോലെ ഒരു അരണ്ട വെളിച്ചം, എന്നിട്ട് 2 സൈഡിലുമായിട്ട് ഇങ്ങനെ ചെറിയ വാതിലുകൾ വേറെ ഉണ്ട്, ചെറിയ ഇരുമ്പ് കൊണ്ട് തന്നെയുള്ള ഗ്രില്ല്. അപ്പൊ അത് തുറക്കുമ്പോഴേ നമുക്ക് ഒരാൾക്ക് കഷ്ടി അകത്തേക്ക് കിടക്കാം. ഒരു ഡോർമെറ്ററി പോലെ താഴെയും മുകളിലും കിടക്കാവുന്ന ഒരു സംവിധാനം അതാണ്. അവന് ഈ ആളുകളൊക്കെ ലേഡീസിന് സെപ്പറേറ്റ് ഉണ്ട്, ജെന്റ്സിന് വേറെ, അങ്ങനെയാണ്. ഞാൻ അകത്തേക്ക് കിടന്നു. അപ്പോൾ ഒരു സെല്ലിൽ 2 പേർക്ക് കിടക്കാം. അപ്പൊ ഞാൻ രാജേഷോട് പറഞ്ഞു, നീയും സമതും ഒരു സെല്ലിൽ പോയിക്കുന്നു, ഞാൻ കിടന്നുള്ളൂ. കാരണം കുറെ ഒഴിവുണ്ട് അവിടെ, ഒത്തിരി വെക്കൻ്റായിട്ടും കിടക്കുന്നുണ്ട്. ഞാനൊരു ആരും ഇല്ലാത്തൊരു സെല്ലിൽ ഞാൻ കയറി മുകളിൽ കയറി ഇരിക്കാനൊന്നും പറ്റില്ല, കാരണം തല മുട്ടും മുകളിൽ ഇരുന്നിട്ട്. മീൻസ് ശരിക്കും കിടക്കണം, നമ്മൾ കംഫർട്ടബിൾ ആയിട്ടൊന്നും ഇരിക്കാൻ പറ്റില്ല മുകളിൽ. അപ്പൊ ഇരുന്ന് കഴിഞ്ഞാൽ തല മുട്ടും. എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഒന്ന് ഇരുന്ന് ചുമ്മാ. ഒരു ചെറിയൊരു മഞ്ഞ വെളിച്ചം ഓരോ സെല്ലിലും ഉണ്ട്. ഈ മഞ്ഞ വെളിച്ചത്തിൽ ഇങ്ങനെ ചുറ്റും നോക്കിയപ്പോൾ കാണുന്നത് എമിഗ്രേഷൻ ഓഫീസേഴ്സിന്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചിട്ട് കൊണ്ടുള്ള ഇതിങ്ങനെ തിയറി എഴുതിയിട്ടൊക്കെയാണ് ചുറ്റും മോശമായിട്ട്. അപ്പൊ അതില് നമ്മൾക്ക് ഒരു അതായത് ലാംഗ്വേജ് കണ്ടാലറിയാം, അതിൻ്റെ അകത്ത് മഹാരാഷ്ട്രനുണ്ട്, ആ രീതിയിലൊക്കെയാണ് എഴുതിയിട്ടേക്കുന്നത്. ഇന്ത്യൻസ് ഒക്കെ ഉണ്ട്, ഇന്ത്യൻസ് ആണ് കൂടുതൽ കണ്ടാലറിയാം. അപ്പൊ അതുപോലെ എഴുതിയിട്ടേക്ക്. അപ്പോ എനിക്കത് കണ്ടപ്പോ പെട്ടെന്ന് ഞാൻ പേടിച്ചു. വേറൊന്നുമില്ല, ഇവനെങ്ങാനും ഇനിയിപ്പോ ഇവരിത് കണ്ടിട്ടില്ലെങ്കിൽ, നേരത്തെ കണ്ടിട്ടില്ലെങ്കിൽ ഞാനെങ്ങാനും ഇത് എഴുതിയതാണോ എന്നെങ്ങാനും തെറ്റിദ്ധരിച്ചിട്ട് ഇനി അതിനുള്ള ശിക്ഷ വേറെ ഉണ്ടാവുന്നുള്ളൊരു പേടിയില് ഞാൻ വിളിച്ചെങ്കിൽ സമതിനോട് മലയാളത്തിൽ ചേടാ ഇവിടെ ഇങ്ങനെ എഴുതിയിട്ട് ചുറ്റും ഇങ്ങനെ ആകെ മോശമായിട്ടൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പൊ പുള്ളി അതിവിടെ മുഴുവനുണ്ട്, അവരുടെ സെല്ലിലും ഉണ്ട്, എല്ലായിടത്തും എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. സമാധാനമായി. അപ്പൊ ഇതൊരു ജയിലിന്റെ ഒരു ചെറിയൊരു പതിപ്പാണല്ലേ തൽക്കാലത്തേക്ക് ആൾക്കാരെ? അതെ 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 ഇപ്പൊ ഇമിഗ്രേഷൻ ഇപ്പൊ ഇങ്ങനത്തെ പെട്ടുപോകുന്ന ആൾക്കാരെ താമസിപ്പിക്കാനുള്ള ഒരു ടെമ്പററി അറേഞ്ച്മെന്റ്. അതെ 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 പക്ഷെ അവർ ട്രീറ്റ് ചെയ്യുന്നത് നമ്മൾ ഒരു തടവുകാരനെ പോലെയാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഇപ്പൊ സാധാരണ നമ്മൾ ഹോങ്കോങ്ങിലേക്ക് പോകുന്നത് നമ്മളെ മനസ്സിൽ എന്താണ്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അവർ വാം വെൽക്കം ഉണ്ടാവുന്ന, അവരൊരു രാജ്യത്തേക്ക് നമ്മൾ വരുന്നു, സ്വാഗതം എന്ന് പറഞ്ഞ ഒരു വെൽക്കം ചെയ്യുന്നു, അതൊക്കെയാണ് നമ്മളെ മനസ്സിലുള്ളത്. പക്ഷെ അതിന് നേരെ വിപരീതമായിട്ട് നമ്മളെ അവർ ട്രീറ്റ് ചെയ്യുന്നത് വല്ലാത്തൊരു രീതിയില്ല. അത് നമുക്ക് മാനസികമായിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാകും. നമ്മൾ വരുന്നത് എവിടെ നിന്ന് ആലോചിച്ച് നോക്കണം, ബാങ്കോക്കിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ബാങ്കോക്കിൽ നിന്ന് വരുന്നത് നമ്മൾ ഹോങ്കോങ്ങിൽ വന്നത് കാണുമ്പോൾ, ഈ ട്രീറ്റ്മെന്റ് കാണുമ്പോഴാണ് നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാക്കുക. അങ്ങനെ കുറച്ചേരം ഉറക്കം വരുന്നില്ല, എന്നാലും അപ്പുറം സമതും രാഷൊക്കെ സംസാരിക്കുന്നുണ്ട്, മലയാളത്തിൽ സംസാരം കേൾക്കാം. കുറച്ച് ഞാൻ ഇറങ്ങിയിട്ട് നടന്നു. അപ്പൊ ഓരോ സെല്ലിലൊക്കെ വെറുതെ ഇങ്ങനെ നടന്നു നോക്കി കുറച്ചുപേര് ഇരിക്കുന്നുണ്ട് അവിടെ, ചിലർ കിടക്കുന്നുണ്ട്, നമുക്ക് ബാത്റൂം ചെയ്യാം. അപ്പൊ ഒരു മെയിൻ ഗേറ്റ് ഒരു അടച്ചിട്ടുണ്ട് പുറത്തുനിന്ന്, നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. ഈ സെല്ലുകളൊക്കെ തുറന്നിട്ടേക്കുന്നു, ചെറിയ സെല്ലുകൾ. അങ്ങനെ പിന്നെ ഞാൻ വന്ന് കിടന്നൊന്ന് മയങ്ങി വന്നപ്പോ ഒരു വല്ലാത്തൊരു ശബ്ദം കേട്ടു, ബയ്യ ബച്ചാവോ എന്ന് പറഞ്ഞൊരു ശബ്ദം. അപ്പൊ ഇത് സമതിന്റെ രാജേഷിന്റെ ശബ്ദമല്ല. അങ്ങനെ കുറച്ചേരം ഞാൻ വെയിറ്റ് ചെയ്തു. വീണ്ടും ഈ ശബ്ദം വല്ലാത്തൊരു കരച്ചിൽ പോലെ, ബയ്യ ബച്ചാവോ മേ മർജാവുക ബച്ചാവോ. അങ്ങനെ ഞാൻ താഴെ ഇറങ്ങി. ഓരോ സ്ഥലം എവിടെ നിന്നാണ് വരുന്നത് മനസ്സിലാവില്ല, കാരണം അതേമാതിരിയാണ് ശബ്ദം, എക്കോ ഒക്കെ വന്നിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നില്ല എവിടെ നിന്നാണ് ശബ്ദം. അങ്ങനെ ഓരോ സെല്ലിലായിട്ട് ഞാൻ കയറി നോക്കി. അങ്ങനെ ശബ്ദം വന്ന ഭാഗത്തേക്ക് ചെന്നു. നോക്കുമ്പോൾ കാണുന്നത് ഒരു മെലിഞ്ഞിട്ടുള്ള ഒരാള് ഇങ്ങനെ വയറിങ്ങനെ പൊത്തിപ്പിടിച്ച് ഇങ്ങനെ കരയാണ്, ഇങ്ങനെ ബച്ചാവോ ബയ്യ ബച്ചാവോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ നേരെ ആ ഗേറ്റിന്റെ അവിടെ ചെന്ന് നോക്കുമ്പോൾ പോലീസുകാരൻ പല ഷിഫ്റ്റിലായിട്ട് പോലീസുകാരൻ വരുന്നുണ്ട്. അപ്പൊ 3-5 പോലീസുകാർ ഇരിക്കുന്നുണ്ട് അവിടെ. ഞാൻ പതുക്കെ ഉറക്കനെ ഞാൻ ഇതില് മറ്റേ ഗേറ്റിലൊന്ന് പിടിച്ച് കുളിക്കും അവരുടെ അറ്റൻഷന് വേണ്ടിയിട്ട്. പോലീസുകാരനെ അടുത്തേക്ക് വന്നു. എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു
ഇങ്ങനെ ഒരാൾ കരയുന്നുണ്ട് അവിടെ, സംബഡി ഈസ് ക്രൈങ്, സോ ഹി നീഡ്സ് യുവർ ഹെൽപ്പ് എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി വല്ലാത്ത രീതിയിൽ വേഗം ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുക. ഞാനങ്ങനെ പോലീസുകാരനെ കൂട്ടി അവൻ്റെ അടുത്തേക്ക് വന്നു. അങ്ങനെ അയാൾ ഇവനെ കണ്ടു, പോലീസുകാരൻ തിരിച്ചുപോയി. അപ്പൊ ഈ ഗേറ്റ് തുറന്നിട്ട് ഇയാള് തുറന്നിട്ടേക്കാണ്. ഞാനപ്പോ വന്നിട്ട് ആ ആദ്യം വന്നിരുന്ന സ്ഥലത്ത് വന്നിരുന്നു, കാരണം മെയിൻ ഗേറ്റ് ഇയാൾ തുറന്നിട്ടു. എൻ്റെ ഉറക്കമൊക്കെ പോയി. അപ്പൊ നോക്കിയപ്പോൾ ഒരു 3 പേര് സ്ട്രെച്ചറിൽ ഇങ്ങനെ വന്ന് എടുത്തുകൊണ്ട് ഇങ്ങനെ പോയി. ഇത് കരയുന്നുണ്ട് കേട്ടോ എടുത്തുകൊണ്ട് പോകുമ്പോൾ. ഞാനൊരു അരമണിക്കൂർ ഞാൻ അവിടെ തന്നെ ഇരിക്കുക. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ, ഏകദേശം ഹാഫ് ആൻ അവർ ആയി കഴിഞ്ഞപ്പോൾ ഇവനെ തിരിച്ച് ഇവര് ഇതുപോലെ തന്നെ കൊണ്ടുവരികയാണ് അങ്ങോട്ട്. അപ്പൊ ഇവൻ ശബ്ദിക്കുന്നില്ല, ഇവൻ ശബ്ദമൊന്നുമില്ല, മയങ്ങി കിടക്കുക. മേ ബി എന്തെങ്കിലും ഇഞ്ചക്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ അകത്തേക്ക് കൊണ്ടുപോയി അവര് അവനോട് കിടത്തി. അപ്പൊ ആ പോലീസുകാരൻ ഉണ്ട് കേട്ടോ. അങ്ങനെ പോലീസുകാരൻ വന്നിട്ട് എന്നോട് താങ്ക്സ് പറഞ്ഞു. കാരണം ഇവനെങ്ങാനും തട്ടിപ്പോകണമെന്ന് ഇവര് സമാനം പറയണേ. ഞാൻ പിന്നെ വന്ന് കിടന്നുറങ്ങി എന്ന് പറഞ്ഞാൽ ഏകദേശമൊക്കെ ഇങ്ങനെ നേരം വെളുപ്പിച്ചു. അങ്ങനെ പിറ്റേ ദിവസം എഴുന്നേറ്റ് നമ്മൾ ബാഗിൽ പോയിട്ട് ബ്രഷും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പൊ അവിടെ കോമൺ ടോയ്ലറ്റ് ഉണ്ട്, നമുക്ക് ഒത്തിരി ടോയ്ലറ്റുകളുണ്ട്. അപ്പോൾ തിരക്കൊഴിയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ബ്രഷെല്ലാം കഴിഞ്ഞ് ഇതെല്ലാം റെഡിയായി വീണ്ടും പഴയ ഇൻ ദ സെൻസ് അവിടെ ആ ലാൻഡിങ് ഏരിയയിൽ വന്നിരുന്നു. അപ്പോഴാണ് നമ്മൾ ആളുകളൊക്കെ കാണുന്നത്. കാരണം നമ്മൾ വിചാരിച്ചതിൽ കൂടുതൽ ആളുകളുണ്ട് അവിടെ. നേരത്തെ സെല്ലിലുണ്ടായിരുന്നു, ഒരു രാത്രിയൊക്കെ വന്നിട്ടുണ്ട് ഓരോരുത്തരായിട്ട്. ഇങ്ങനെ ഫ്ലൈറ്റ് വന്നും പോയിക്കൊണ്ടിരിക്കും, ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ. അതെ. അപ്പോ കുറച്ച് കഴിഞ്ഞപ്പോൾ മറ്റേ ഇന്നലെ കരഞ്ഞ പുള്ളി വന്ന് അവിടെ ഇരുന്നു. വേറെ ഇന്ത്യൻസും ഒക്കെ ഉണ്ട്, ആ ഇറാഖുകാരനുണ്ട്. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ പുള്ളി ഇങ്ങനെ വന്നിട്ട് ചോദിച്ചു എന്താണ് പേര്. പരിചയപ്പെട്ടു, അവന് പേരൊക്കെ പറഞ്ഞു. അവൻ ചോദിച്ചു നിങ്ങൾക്ക് എന്താണ്, ഇവിടെ ഇറങ്ങണോ അതോ പോണോ? അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് പോയാൽ മതി, ഇവിടെ ഇറങ്ങണ്ട, ഇനി എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് തിരിച്ചു പോയാൽ മതി. പുള്ളി പറഞ്ഞല്ല നിങ്ങൾക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് വഴിയുണ്ട്. അപ്പൊ ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. അപ്പൊ ഇത് കേട്ടപ്പോ മറ്റേ നാദി മീൻസ് ആ ഇന്നലെ കരഞ്ഞവൻ പെട്ടെന്ന് ഞങ്ങൾ ആ കോൺവെർസേഷൻ ഞങ്ങൾ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് പുള്ളി വേഗം കയറി വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു നീ എങ്ങനെ ഇത് പെട്ടെന്ന് വെച്ചു ഇവനോട് എന്നോട് സംസാരിച്ചു. അപ്പൊ അവന്റെ പേര് അവൻ പറഞ്ഞു എന്റെ പേര് സണ്ണി. ഞാൻ അവനെ പരിചയപ്പെടുത്തുകയാണ്. അപ്പൊ 5 വർഷം മുമ്പ് ഇദ്ദേഹം ഇതുപോലെ ഹോങ്കോങ്ങിൽ വന്ന് ഇതുപോലെ അവര് ഇവിടെ പിടിച്ചിട്ട് ഇവന് റിലീസ് കൊടുത്തിട്ട് ഇവൻ തിരിച്ചിപ്പോ നാട്ടിൽ പോയതാണ്. നാട്ടിൽ പോയിട്ട് ഇവൻ ഇപ്പൊ വന്നേക്കുന്ന ഇവന്റെ ഒരു സുഹൃത്തിനെ കൊണ്ടാണ് വന്നേക്കുന്നത് ഇന്ത്യയിൽ. അപ്പൊ ഇവൻ പറയുന്നത് ശരിക്കും എല്ലാ രാജ്യങ്ങൾക്കും ഒരു കരാറുണ്ട്, UN ആയിട്ടൊരു കരാർ ഒപ്പിട്ടിട്ടുണ്ട് മിക്കവാറും എല്ലാ രാജ്യങ്ങളും. അപ്പൊ ഏത് അഭയാർത്ഥി വന്നാലും ശരിക്കും അവർക്ക് അഭയം കൊടുക്കണമെന്നാണ്. അപ്പൊ നീ ഒരു അഭയാർത്ഥിയാണ് എന്ന് അവർക്ക് തോന്നുന്ന രീതിയിൽ നീ അവരെ കൺവിൻസ് ചെയ്യണം. അങ്ങനെ നിനക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റിയാലേ നിന്നെ ഇവര് അഭയാർത്ഥി ക്യാമ്പിലേക്ക് വിടും. ക്യാമ്പിൽ നിനക്കൊരു 3 വർഷം അവര് നിന്നെ അവിടെ ചിലപ്പോൾ ജയിലിൽ ഇട്ടേക്കാം. അത് കഴിഞ്ഞിട്ട് നിനക്ക് റിലീസ് തരും, എവിടെയെങ്കിലും പോയി ജോലി എടുക്കാൻ പറയും, അങ്ങനെ റിലീസ് തരാം. അപ്പോൾ പക്ഷെ അത് അവര് പരമാവധി, കാരണം ഇതൊക്കെ സർക്കാരിന്റെ ചിലവാണ് ചെയ്യേണ്ടത്, പരമാവധി നിന്നെ ഇവര് തിരിച്ചുവിടാൻ നോക്കും. പക്ഷെ അവർക്ക് നിന്നെ ഏത് രാജ്യത്തിനാണോ വന്നത് ആ രാജ്യത്തേക്ക് തിരിച്ചുവിടാനേ പറ്റുള്ളൂ. അങ്ങനെയാണ് അതിന്റെ നിയമം. ഒരാൾ ഡീപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൻ ഏത് രാജ്യത്തിനാണ് അവൻ യാത്ര സ്റ്റാർട്ട് ചെയ്ത് അവിടേക്കാണ് അവനെ തിരിച്ചുവിടുന്നത്. അങ്ങനെയാണ്, അതായത് നിങ്ങളെ പാസ്പോർട്ട് എവിടെയാണ് അത് നോക്കിയിട്ടല്ല. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് എന്തായാലും ഇവിടെ ഇറങ്ങണ്ട, ഞങ്ങൾക്ക് തിരിച്ചു പോയാൽ മതി. അപ്പൊ പുള്ളി പറഞ്ഞു ഓക്കെ, തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ 2 മണിക്ക് പോലീസ് വരും, ഇവിടെ ഇത് നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരും. ആ സമയത്ത് നിങ്ങൾ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുക. നിങ്ങൾക്ക് നിൽക്കണമെന്നുണ്ടെങ്കിൽ പോകണമെന്നുണ്ടെങ്കിൽ അവർ വേറെ ചോദ്യം ചെയ്യില്ല. നിങ്ങൾ തിരിച്ചു പോകണമെന്ന് പറഞ്ഞാൽ പിന്നെ അവർക്കൊന്നും പറയില്ല. ഇവര് വരുന്നത് ഈ ആളുകളോടെല്ലാവരും തിരിച്ചു പോകണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇവർ വരുന്നത്, ഈ പോലീസുകാർ വരുന്നത്. അപ്പൊ ഞങ്ങൾ നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു 90% ആളുകളും ഇവിടെ ഇറങ്ങണം എന്ന് പലരും ജോലി അന്വേഷിച്ച് വന്നതാണ്, പലരും അഭയം തേടി വന്നവരാണ്. എനിക്ക് തോന്നുന്നു ഞങ്ങൾ മാത്രമേ ഉള്ളൂ തിരിച്ചു പോകണം എന്നുള്ള, നമുക്കിവിടെ ഇറങ്ങണ്ട, കാരണം നമ്മൾക്ക് ജോലി അന്വേഷിച്ച് വന്നതല്ല, നമുക്ക് അഭയം തേടി വന്നതല്ല, നമ്മൾ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് വന്നതാണ്, അപ്പൊ രാജ്യം കാണാൻ വന്നതാണ്. അപ്പൊ നമുക്ക് ഇപ്പോൾ അവർക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ നമ്മൾ ഇവിടെ ഇറങ്ങേണ്ട കാര്യമില്ല. ഞങ്ങളപ്പോൾ തന്നെ തീരുമാനിച്ചു എന്തായാലും തിരിച്ചു പോകണം. അങ്ങനെ ഒരു 2 മണിയായപ്പോൾ പോലീസ് 2 പേര് വന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾ ഈ സംസാരിക്കുന്നതിനിടക്ക് ഇന്നലെ വയറുവേദന എടുത്ത കക്ഷി
ഇവനോട് വന്ന് ചോദിക്കുകയാണ്, ഈ സണ്ണിനോട്, കാരണം അവൻ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിൽക്കാൻ പറ്റുമോ, തിരിച്ചു പോയാൽ എനിക്ക് പ്രശ്നമാണോ? അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, നീ ഇന്നലെ കരയുന്നുണ്ടായാലും എന്താണ് പ്രശ്നം? അതുകൊണ്ട് എനിക്കത് ഇടക്ക് വരുന്നൊരു വയറുവേദനയാണ്. എന്ന് വെച്ചാൽ നീ എവിടെ നിന്നാ വരുന്നത്? പുള്ളി പറഞ്ഞു, ഞാനിപ്പോ വരുന്നത് നാദി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. അപ്പൊ ഈ നാദി എന്ന് പറഞ്ഞ സ്ഥലം ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. പിന്നീടാണ് ഇത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് ഫ്യൂജിയിലുള്ള ഒരു ഐലൻഡ് ആണെന്നൊക്കെ എനിക്ക് മനസ്സിലായത്. അപ്പൊ ഇവൻ ശരിക്കും ഒരു ആന്ധ്രക്കാരനാണ്. 5 വർഷം മുമ്പ് ഇവന്റെ ജ്യേഷ്ഠൻ ഒരു രാഷ്ട്രീയ കൊലപാതകം നടത്തി. അങ്ങനെ അവിടുത്തെ സർക്കാരും പോലീസും ഇവന്റെ കുടുംബത്തിനെ വേട്ടയാടി. ഇവന്റെ ജ്യേഷ്ഠനും കൊല്ലപ്പെട്ടു. ഇവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് എങ്ങനെയോ ഈ നാദിയിലെത്തിയാണ്, ഫ്യൂച്ചറിലെത്തിയാണ്. പക്ഷെ ഇവിടെ 5 വർഷം മുന്നേ ഏതൊരു കമ്പനിയിൽ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്തു. അവിടുത്തെ ഓണറായിട്ട് എന്തോ സ്പോൺസറായിട്ട് എന്തോ അടിപിടി ഉണ്ടായി. അയാളെന്തോ മർദ്ദിക്കുക എന്തോ ചെയ്തു, വിഷയായി. പുള്ളി അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഇങ്ങോട്ട് വന്നാണ്, നാദിയിൽ നിന്ന് വീണ്ടും ഹോങ്കോങ്ങിലേക്ക് വന്നാണ്. കാരണം അവിടെ നിൽക്കാൻ പറ്റില്ല. പിന്നെന്തോ അയാളെ കുത്ത് എന്തോ ചെയ്തു. അങ്ങനെ വലിയൊരു പ്രശ്നത്തിലാണ് അവൻ. അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകുന്നതാണ് അവൻ. അപ്പൊ നാദി എന്ന് പറഞ്ഞത് വളരെ പ്രശ്നമുള്ള സ്ഥലം, മോശമായിട്ടുള്ള സ്ഥലം. അപ്പൊ ഇവൻ പറയുന്നത്, എന്നെ എനിക്ക് തിരിച്ച് നാദിയിലേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ അവരെന്നെ പിടിച്ച് ജയിലിൽ അടക്കുക, എന്നെ കൊല്ലും, തൂക്കിക്കൊല്ലും, ഉറപ്പാണത്. കാരണം ആ ഒരു അവസ്ഥയിലാണ് അവിടെ നിന്ന് പോന്നേക്കുന്നത്. അപ്പൊ പുള്ളി പറഞ്ഞ, എന്നെ എങ്ങനെയെങ്കിലും, കാരണം ഞാൻ ഇന്ത്യനാണ്, അപ്പൊ എന്നെ ഇന്ത്യയിലേക്ക് തിരിച്ചു വിടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെയും സേഫാണ്, എവിടെയെങ്കിലും ജീവിക്കാം. അപ്പോ സണ്ണി പറഞ്ഞു, നിന്നെ ഒരിക്കലും അവർ ഇന്ത്യയിലേക്ക് അവർ നിനക്ക് അവർക്ക് നിന്നെ തിരിച്ചുവിടാൻ പറ്റില്ല. കാരണം നീ വന്നത് ഇന്ന രാജ്യത്തു നിന്നാണ്. അപ്പൊ നിന്നെ അവിടേക്ക് അവർ തിരിച്ചുവിടുള്ളൂ. അപ്പൊ എന്താണ് ഒരു വഴി, വഴി ഇതേ ഉള്ളൂ നിനക്ക് ഇവിടെ എങ്ങനെയെങ്കിലും. പക്ഷെ നിന്റെ ഈ സ്റ്റോറിയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിന്നെ അവർ തിരിച്ചുവിടും. നീ ഒരു ക്രിമിനൽ ആണെന്ന നിലക്കാണ് അവർ കാണുക. പക്ഷെ നിന്റെ അവസ്ഥ കൊണ്ട് ചിലപ്പോൾ ചെയ്തായിരിക്കാം. ഇനി നിന്റെ മുന്നിലുള്ള ഒരു വഴി, അവർ നിന്നെ പരമാവധി പ്രഷർ ചെയ്യും, കൺവിൻസ് ചെയ്യാൻ നോക്കും തിരിച്ചു പോകാനായിട്ട്. നീ യാതൊരു കാരണവശാലും സമ്മതിക്കരുത്. ഒരു നിവൃത്തിയില്ലെങ്കിൽ നീ ആ പോലീസുകാരനെ പിടിച്ച് 2 പൊട്ടിക്കുക. അപ്പൊ എന്തായാലും നിന്നെ അവര് പിടിച്ച് ജയിലിടും. അറ്റ്ലീസ്റ്റ് നീ ഒരു ക്രിമിനൽ ഒഫൻസ് ആവുമ്പോൾ അതെ എന്തായാലും അതിന്റെ ശിക്ഷാ നടപടികളും കാര്യങ്ങളും ഉണ്ടാവും. അപ്പം അത് ഹോങ്കോങ്ങിൽ തന്നെ കുറച്ച് നാളും കൂടെ തുടരാൻ ജീവിക്കാൻ പറ്റും. അറ്റ്ലീസ്റ്റ് നിനക്ക് കുറച്ച് നാളും ജീവിക്കാം. മേ ബി അത് കഴിഞ്ഞിട്ട് നിനക്ക് വല്ല റിലീസ് ചെയ്യാൻ, അല്ലെങ്കിൽ നിന്നെ അഭയാർത്ഥി ക്യാമ്പിലേക്ക് മാറ്റുമായിരിക്കാം. അങ്ങനെ നിനക്ക് ഇവിടെ ചിലപ്പോൾ തങ്ങാൻ പറ്റും. അല്ലാതെ വേറെ വഴി ഞാൻ കാണുന്നില്ല. അപ്പൊ ഓക്കെ, അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് 2 മണിയായപ്പോൾ പോലീസ് ഇവർ വന്നു, ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ഇവർ വന്നു. മീൻസ് അവര് ഓരോരുത്തരെ പേഴ്സണലായിട്ട് വിളിച്ചു. ഒരു ഡെസ്ക് ഉണ്ട്, ഒരു ടേബിളിന്റെ അപ്പുറം അവരിരുന്നു, 2 പേര് ഇരുന്നു. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ഓരോരുത്തർ ഇരുന്നിട്ട് അവർ ചോദ്യം ചോദിക്കുന്നു. അപ്പൊ സണ്ണിനെ ആദ്യം വിളിച്ചു. സണ്ണി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞു. അപ്പൊ അവനെ വിളിച്ചു. പക്ഷെ ഇവനെ ഇവർക്ക് അറിയാവുന്നതാണ്, കാരണം ഇവന്റെ സംസാരിക്കും വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇവനോട് സംസാരിക്കുന്നത്. ഇവൻ ചിരിക്കുന്നുണ്ട് അതിനിടക്ക്, ഇതൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇവൻ സമ്മതിക്കുന്നില്ല. കുറച്ച് ലെങ്തി ആയിട്ടുള്ള കോൺവെർസേഷൻ ആണ് അവനായിട്ട് ഇവര് പോലീസ് തമ്മിൽ. അപ്പൊ അത് കഴിഞ്ഞിട്ട് സണ്ണി വന്നു. സണ്ണിയുടെ ഫ്രണ്ടിനെ വിളിച്ചു. ഈ സണ്ണിയുടെ ഫ്രണ്ട് എന്ന് പറയുന്നത് അവന് ഭാഷ ഒന്നും അറിയില്ല, അവനാകെ അറിയുന്ന ഹിന്ദിയാണ്. ഈ പോലീസുകാർക്ക് ഹിന്ദി അറിയില്ല. അപ്പൊ ഇവനോട് ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം ഈ സണ്ണിയുടെ ഫ്രണ്ട്, അവൻ തല കൊണ്ട് സണ്ണിനെ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇങ്ങനെ തലയിട്ടുണ്ട്. അതായത് അവൻ എന്താണോ പറഞ്ഞത് അതന്നെ എനിക്ക് പറയാനുള്ളൂ എന്നുള്ളൊരു അർത്ഥത്തില് പറയണം. ഉത്തരവൊന്നും ഇവന് പറയാൻ പറ്റുന്നില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിളിച്ചു. ഞങ്ങൾ ഓരോരുത്തർ വിളിച്ച് ഞങ്ങൾ പറഞ്ഞു നമുക്ക് എത്രയും പെട്ടെന്ന്. അപ്പൊ ഞങ്ങൾ ചോദിച്ചു. അപ്പൊ ഒരു ഡീറ്റെയിൽ ഒക്കെ എടുത്തു. അതിപ്പോ ഇന്ത്യൻ ഫ്ലൈറ്റ് ഇന്നില്ല, ഇന്ന് എന്തായാലും ഫ്ലൈറ്റ് എല്ലാം ഫുള്ളാണ്. നാളെ നിങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റും. അപ്പൊ നിങ്ങളെ എയർലൈൻ ഏജന്റ് വരും, വന്നിട്ട് നിങ്ങളായിട്ട് സംസാരിക്കുക, അതിന്റെ ഫീ നിങ്ങൾ കെട്ടിയിട്ട് നിങ്ങൾക്ക് തിരിച്ചു പോകാം. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ നിൽക്കുക. പക്ഷെ നിങ്ങൾ ബാങ്കോക്കിൽ നിന്നാണല്ലോ വന്നത്. ഞങ്ങൾ ബാങ്കോക്കിൽ നിങ്ങളെ തിരിച്ച് ഇന്ത്യയിലേക്ക്. അതായത് നമ്മളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. അപ്പൊ ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒരേ എയർലൈൻ്റെ അതിന്റെ പേരിൽ, ആ എയർലൈനാണ് അതിന്റെ ഉത്തരവാദിത്തം നമ്മൾ തിരിച്ചു കൊണ്ടുപോകേണ്ടത്. ഒന്ന്. പിന്നെ ഞങ്ങളുടെ ടിക്കറ്റ് കംപ്ലീറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 and 4 ടിക്കറ്റ് ഉണ്ട്, ഇന്ത്യയിലേക്ക് ഉണ്ട് തിരിച്ച്. ഇവൻ കണക്റ്റഡ് ആണെന്ന് ആ ജേർണി അങ്ങനെയാണ് കൺസിഡർ ചെയ്യുക. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു, ഇതൊരു കണക്റ്റഡ് ഫ്ലൈറ്റ് അതിന്റെ പേരിൽ. അപ്പൊ അതൊരു അഡ്വാൻറ്റേജ് ആയി. അല്ലെങ്കിൽ ഞങ്ങൾ തിരിച്ച് വീണ്ടും ഇവര് ബാങ്കോക്കിലേക്ക് വിട്ടാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് എങ്ങനെയും എത്രയും പെട്ടെന്ന് തിരിച്ചു പോകാൻ. ഇന്ന് ഫ്ലൈറ്റ് ഇല്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ നാദിക്കാരൻ വിളിച്ചു. അപ്പൊ നാദിക്കാരൻ വിളിച്ചു, ഇവനോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് നമുക്ക് അടുത്തേക്കാൻ പറ്റില്ല, കുറച്ച് ദൂരെയാണ് ഞങ്ങൾ നിൽക്കുക. സംസാരിച്ചു. ഇവനെന്തൊക്കെ പറയുന്നുണ്ട്.
അപ്പൊ നമുക്ക് കണ്ടാലറിയാം, അവരെ മുഖഭാവം കണ്ടറിയാം ഇവൻ കുറച്ച് വയലന്റ് ആവുന്നുണ്ട് സംസാരത്തിലൊക്കെ. പെട്ടെന്ന് ഞാൻ നോക്കുമ്പോ ഇവൻ എഴുന്നേറ്റിട്ട് ആ ഡെസ്കിന്റെ മേലെ ഒരൊറ്റ ഇടിയാണ് ഈ നാദികാരൻ. ആ ഡെസ്ക് കംപ്ലീറ്റ് ഇടിച്ചു. ഇവന് ഇത്ര എനർജി ഉണ്ടോന്ന് ചിന്തിച്ചു പോയി. എന്നിട്ട് ആ പോലീസുകാരനെ പിടിച്ചിട്ട് തള്ളും കൊടുത്തു. അവിടുത്തെ സീൻ മൊത്തം മാറി. ഞങ്ങൾ നോക്കുമ്പോ ഈ പോലീസുകാർ ഇവനെ കംപ്ലീറ്റ് പൂട്ടി. ഇവര് ക്യാമറ ഇവിടുന്ന് മാറ്റി നിർത്തിയിട്ടാണ് ഇവനെ ഇത് ചെയ്യുന്നത്. പിന്നെ ശരിക്കും ഒരു ബൂട്ട് കൊണ്ട് ഇവനെ ചവിട്ടി പിടിച്ചേക്കാണ് ഒരു പോലീസുകാരൻ. എന്നിട്ട് അപ്പൊ തന്നെ ഒരു വിലം കൊണ്ടുവന്നിട്ട് പിന്നെ വിലം കണ്ടാണ്. അപ്പൊ ഞങ്ങളെ സീൻ കംപ്ലീറ്റ് മാറി. കാരണം ഒരു ഇന്ത്യക്കാരനെ അവൻ ട്രീറ്റ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. പോലീസുകാരപ്പം തന്നെ പറഞ്ഞു നമ്മളോട് മറ്റേ മെയിൻ ആ സെല്ലിലേക്ക് അടക്കാൻ പറഞ്ഞു. അപ്പൊ അത് വേറൊരു പോലീസുകാരൻ വന്നു, ഞങ്ങള് എല്ലാവരും അതിൻ്റെ അകത്തേക്ക് കൊണ്ടുപോയി. അവിടെ ക്ലോസ് ചെയ്തു. അന്ന് രാത്രി ഇവൻ വന്നില്ല, സെല്ലിൽ ഇവൻ ഉണ്ടായിരുന്നില്ല, ഈ നാദികാരൻ ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം നേരം വെളുത്തു. അപ്പൊ ഞങ്ങൾക്ക് അന്ന് തിരിച്ചു വരേണ്ട ദിവസമാണ്. ഞങ്ങൾ എയർലൈൻ ഏജന്റ് വന്നു, നമ്മൾ സംസാരിച്ചു. ഞങ്ങൾക്ക് അന്ന് വൈകുന്നേരം 4:30 മണിക്ക് ഫ്ലൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ പൈസ കൊടുത്തു. അപ്പൊ ഞങ്ങളെ പേര് ആദ്യം കണ്ട സ്ഥലത്ത് ഞങ്ങളെ പേരും രാജ്യമൊക്കെ വന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ആ പേര് എഴുതിയത് അടുത്ത ഫ്ലൈറ്റ് എന്നാണ്, ആരൊക്കെയാണ് ഇന്ന് തിരിച്ചു പോകുന്നത് അവരെ ലിസ്റ്റാണ് ഇട്ടേക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വന്നു. ഇതിപ്പം അവിടെ ഈ പറയുന്ന ആഫ്രിക്കക്കാരനുണ്ട്, സണ്ണി ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഈ സണ്ണി എവിടുത്തുകാരനാണ്? സണ്ണി ശരിക്കും ഡൽഹിയിലുള്ളതാണ്. ഡൽഹിയിലാണ് അവന്റെ സ്ഥലം. പക്ഷെ അവൻ ഇത്തവണ സ്റ്റോറി ഉണ്ടാക്കിയേക്കുന്നത് അവന് ഡൽഹിയിൽ വധഭീഷണി ഉള്ളതിന്റെ പേരിൽ അവൻ കൽക്കത്ത വന്നു. കൽക്കത്ത നിന്നാണ് ഇവൻ ശരിക്കും എടുത്തേക്കുന്നത്. അത് ഇവൻ മനഃപൂർവ്വം ചെയ്തതാ. കൽക്കത്ത നിന്നാണ് ഇവൻ ഫ്ലൈറ്റ് കയറിയേക്കുന്നത്. അപ്പൊ ഇവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവന് ആ രാജ്യത്ത് ഞാൻ 5 വർഷം നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പണിയെടുത്താണ്, അങ്ങനെ നിങ്ങൾ ഈ ഇവിടെ ഉണ്ടായിരുന്നതാണ്, ഞാൻ എന്റെ പാരന്റ്സിനെ കാണാനായിട്ട് നാട്ടിലേക്ക് പോയതാണ്, പക്ഷെ അവിടെ ചെന്നപ്പോൾ എനിക്ക് വധഭീഷണി ഉണ്ടായിരുന്നു, അതിന്റെ പേരിൽ ഞാൻ കൽക്കത്ത നിന്നാണ് കിട്ടുന്നത്, കൊൽക്കത്ത ടു ഡൽഹി ഇത്ര കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്ത് തോന്നുന്നു. കാരണം അവര് തീരുമാനം എടുത്തിട്ടില്ല എന്താന്നുള്ളത് നമുക്കറിയില്ല. ഇതൊക്കെയാണ് ഇവൻ സ്റ്റോറി ബിൽഡ് ചെയ്തേക്കണം, അപ്പൊ അവരെ പറഞ്ഞ് ധരിപ്പിച്ചേക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഈ സംസാരം കേട്ടപ്പോ ഒരു ലിബിയക്കാരൻ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. അപ്പൊ ഈ ലിബിയക്കാരൻ ഈ UN നമ്പർ അന്വേഷിച്ച് കിടക്കുകയാണ് അവിടെ എല്ലാവരോടും. കാരണം UN നേരിട്ട് വിളിച്ച് ഞാനിങ്ങനെ എനിക്കൊരു അഭയം തരണം, ഞാൻ സിറിയക്കാരൻ, അങ്ങനെ അത് പറയാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ചോദിക്കുന്നുണ്ടല്ലോ, പോലീസുകാരുടെ ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും പറയുന്നുണ്ട് ഞങ്ങൾക്ക് അറിയില്ല UN നമ്പർ എന്താണെന്നുള്ളത്. ഞാനപ്പോ സണ്ണിനോട് ചോദിച്ചു, ഇത് നമുക്ക് എംബസി വഴിയൊക്കെ വിളിച്ചാൽ അവരെ ഇടപെട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യൂലെന്ന്. അപ്പൊ അവര് നമ്മളെ ഇന്ത്യൻ എംബസിനെ വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇവിടെ നിങ്ങൾ നോക്കൂ, ഒരു യൂറോപ്യനോ അമേരിക്കനോ ഒന്നുമില്ല, ഇതിനകത്ത് എല്ലാ ഏഷ്യക്കാരും ആഫ്രിക്കക്കാരൊക്കെ ഉള്ളൂ. അപ്പൊ കാരണം ഇവിടെ അതുപോലെയാണ് ആളുകൾ വന്ന് ചാടുന്നത്. അതുകൊണ്ട് നമ്മൾ എംബസി ഒന്നും ഇതിനകത്ത് ഇടപെടില്ല, ഒരു നിവൃത്തിയില്ല, അവരൊരാളും നിങ്ങളെ സഹായിക്കില്ല ഈ ഒരു അവസ്ഥയിൽ. ഇപ്പൊ നമുക്ക് കുഴപ്പമില്ല, പക്ഷെ നമുക്ക് കയറി വന്നപ്പോൾ ഞങ്ങൾ ആ ഒരു ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്ന് തോന്നിപ്പോയി. വേറൊരു രാജ്യത്ത് നമ്മൾ ഇങ്ങനെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരാണ് വരിക? ആ സമയത്ത് എന്നോട് ചോദിച്ചു, എംബസിയെ ചോദിച്ചപ്പോൾ പറഞ്ഞ എംബസിനെ ഒന്നും വിളിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പൊ ഇങ്ങനെ ആളുകൾ വന്നും പോയി നിൽക്കുന്നുണ്ട്. അപ്പൊ എന്റെ മുന്നിൽ ഈ പറയുന്ന സിറിയക്കാരനുണ്ട്, പിന്നെ ഈ ആഫ്രിക്കക്കാരൻ ഇരിക്കുന്നുണ്ട്. അവൻ ആര് വന്നിട്ടുണ്ടെങ്കിൽ ഏത് പോലീസുകാരൻ വന്നാലും ചോദിക്കുന്ന ഇവന്റെ ബാഗ് എവിടെ നിന്നാ ചോദിക്കുന്നത്, അതിനെന്ത് പറ്റിയെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഈ നാദിക്കാരനെ കണ്ടില്ല അവിടെ. സണ്ണി അവിടെ നിൽക്കുന്നുണ്ട്. ഇറാഖുകാരൻ അവിടെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇടക്കിടക്ക്. ഇതൊക്കെ നടക്കുന്നുണ്ട്. ഏകദേശം ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴും ഞങ്ങളെ എയർലൈൻ ഏജന്റ് വന്നു, ഞങ്ങൾക്ക് ടിക്കറ്റ് കൈമാറി. അങ്ങനെ ഞങ്ങൾ ബാഗെല്ലാം പാക്ക് ചെയ്തു, റെഡിയാക്കി. ഞങ്ങൾ പുറത്തിറങ്ങുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോഴുണ്ട് ഈ നാദിക്കാരൻ അവിടെ വെൽ ഡ്രസ്സ് ചെയ്ത് അവൻ ഒരു ചുമന്ന ബാഗായിട്ട് അവൻ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് സംസാരിക്കാനൊന്നും പറ്റില്ല, കാരണം നമ്മളെ കൂടെ പോലീസുകാരുണ്ട്. അപ്പൊ ഞങ്ങളെ പാസ്പോർട്ടൊക്കെ ഞങ്ങളെ കയ്യിൽ തന്നില്ല കേട്ടോ, എല്ലാം ഈ പോലീസുകാരുടെ കയ്യില്ല. ഞങ്ങളെയും കൊണ്ട് പുള്ളി ഗേറ്റിനടുത്തേക്ക് പോകണം. അപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഈ ഇറാഖുകാരൻ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, നാദിക്കാരൻ അവിടെ നിൽക്കുന്നുണ്ട്, മറ്റേ ആഫ്രിക്കക്കാരൻ ഇങ്ങനെ അവന്റെ ബാഗും ചോദിച്ച് പോലീസുകാരോട് ചോദിക്കുന്നുണ്ട്. പിന്നെ ഈ സിറിയക്കാരൻ അവൻ UN നമ്പർ ചോദിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. സണ്ണിയും അവന്റെ സുഹൃത്തും ഇങ്ങനെ കൈയും കെട്ടി അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനത്തെ കാഴ്ചകളാണ്. അപ്പൊ എന്താണ് ഇവർക്കൊക്കെ സംഭവിക്കാന്ന്, എന്തായിരിക്കും ഇവരുടെ അവസ്ഥ, ഇതൊന്നും നമുക്കറിയില്ല. അപ്പൊ ഈ കാഴ്ചകൾ കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ ഈ പോലീസുകാരായിട്ട് മുന്നോട്ട് പോകണം. പാസ്പോർട്ട് ഞങ്ങൾ അതിൽ തന്നില്ല. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ഒരു വണ്ടി വന്നു അവിടെ ഗ്രൗണ്ടിൽ കൊണ്ടുപോയി ആ വണ്ടിയിൽ ഞങ്ങളെ കയറ്റി ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകണം ഞങ്ങൾ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ കാണുന്നത് ഈ ഫ്ലൈറ്റ് ഫുള്ളാണ്. ഞങ്ങൾ 3 പേരെ സീറ്റ് മാത്രം ബാക്കിയുള്ളൂ.
അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കും വേണ്ടിയിട്ടാണ് ഈ ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഫ്ലൈറ്റ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിക്കും ഏതെങ്കിലും VVIPക്ക് വേണ്ടിയിട്ടൊക്കെ ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്യുന്നതായിരിക്കുള്ളൂ. പക്ഷെ സത്യത്തിൽ അതല്ല. ഇതുപോലെ ഡിപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ ഇവർ യാതൊരു കാരണവശാലും പുറത്തേക്ക് പോകാൻ പാടില്ല, രക്ഷപ്പെടാൻ പാടില്ല. അതായത് എന്നുള്ള ഇത് വെച്ചിട്ട് ഇവര് നമ്മളെ കൂടെ വരെയാണ് പോലീസുകാർ. ഫ്ലൈറ്റ് എപ്പോഴാണ് ടേക്ക് ഓഫ് ചെയ്യുന്നത് ആ സമയത്ത് മാത്രമേ, അതിന് ജസ്റ്റ് മുമ്പ് മാത്രമേ നമ്മൾ അകത്തേക്ക് കയറ്റുള്ളൂ. കാരണം ആ ഒരു ഗ്യാപ്പിൽ എങ്ങാനും ഇവർ രക്ഷപ്പെട്ടാലോ എന്നുള്ള രീതിയിൽ. എന്നിട്ട് നമ്മളെ പാസ്പോർട്ട് നമ്മളെ കയ്യിൽ തരില്ല. ഈ പാസ്പോർട്ട് ക്രൂവിന് കൈമാറുകയാണ്, ഫ്ലൈറ്റ് ക്രൂവിന് കൊടുത്തു. എന്നിട്ട് ഞങ്ങൾ അവിടെ ഇരുന്നു എന്ന് ഉറപ്പുവരുത്തിലാണ് ഈ പോലീസുകാർ തിരിച്ചു പോകുന്നത്. അപ്പൊ ഞങ്ങൾ കയറിയപ്പോൾ തന്നെ ആളുകളൊക്കെ മുഖത്തൊക്കെ ഞങ്ങൾ വലിയൊരു VIP വരുന്ന രീതിയിൽ വന്നു. ഞങ്ങള് സ്പെഷ്യൽ സീറ്റിംഗ് അവിടെ ഇരുത്തി. അപ്പൊ ഈ ശ്രീലങ്കൻ എയർലൈൻസ് ഭയങ്കര വെൽക്കം ആയിരുന്നു. നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ട്രീറ്റ് ചെയ്തു. ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തന്നു, വളരെ സ്നേഹമായിരുന്നു. അപ്പൊ പുള്ളി പറഞ്ഞു, ഹോങ്കോങ് നിങ്ങളുടെ രാജ്യത്തെക്കാളും 3000 മടങ്ങ് നിങ്ങളുടെ ഇവരേലും വലുതാണ് നിങ്ങളുടെ രാജ്യം, എന്നിട്ടും ഇവരിങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ശ്രീലങ്കൻസിനോട് അങ്ങനെയാണ് ഇവർ ഹോങ്കോങ്ങുകാർ ട്രീറ്റ് ചെയ്യുന്ന അവർ പറഞ്ഞു. അപ്പൊ അവർക്കൊന്നും ഒട്ടും താല്പര്യമില്ല ഇവരൊന്നും. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നു. ഇന്ത്യ ഇവിടെ ഇറങ്ങി, കൊച്ചിയിൽ ഇറങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഒരു പ്രസ് മീറ്റ് വിളിക്കണം. കാരണം ഇത് ഞങ്ങളൊന്നും പ്രശ്നമല്ല. നമ്മളിവിടെ ഇമിഗ്രേഷൻ നമ്മളോട് പറയണേ നിങ്ങൾ വിസ ഇല്ലാണ്ട് ഹോങ്കോങ്ങിലേക്ക് പോരെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോവില്ല. ഇത് അല്ലെങ്കിൽ ഹോങ്കോങ് അവർ പറയണം ഇന്ത്യക്കാരോട് വരുന്നുണ്ടെങ്കിൽ വിസ ആയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞാൽ നമ്മളാരും വിസ സ്റ്റാമ്പ് ചെയ്യാതെ പോവില്ല. ഇത് ഇവര് ഫ്രീ വിസ എന്നും പറഞ്ഞ് ബോർഡും വെച്ച്, വെൽക്കം എന്നും പറഞ്ഞ് ബോർഡും വെച്ചിട്ട് അവിടെ വരുമ്പോൾ നമ്മളോട് കാണിക്കുന്ന ഈ ട്രീറ്റ്മെന്റ് ഉണ്ടല്ലോ, ഇങ്ങനെ ട്രീറ്റ് ചെയ്യാന്നുള്ളത് നമുക്ക് വളരെ വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കി. പക്ഷെ അത് എല്ലാവർക്കും അങ്ങനത്തെ അനുഭവം വരാറില്ലല്ലോ. ഇതിപ്പോ സമദിന്റെ കേസിൽ മാത്രമാണ് സമദിനാണ് യാത്ര ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത്. അപ്പൊ അതിന് എന്തെങ്കിലും ഒരു പ്രത്യേക റീസൺ ഉണ്ടോ? ഞാൻ മനസ്സിലാക്കിയത്, ഒന്ന് അവിടെ എന്തോ ഒരു സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത്. അവിടുത്തെ ഇന്റേണൽ എന്തോ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഞാൻ ന്യൂസിൽ കണ്ടാണ്, ആ സമയത്ത് നമ്മൾ ഇരിക്കുന്നവർ കണ്ടാണ്. അപ്പൊ ഇവരൊരു എക്സ്ട്രാ ഒന്ന് ഇവന്റെ പേര്, ഇവന്റെ ഫാദറിന്റെ പേര് ഒക്കെ അബ്ദുസലാം അങ്ങനെ എന്തൊക്കെയാണ് എന്ന് എനിക്ക് തോന്നുന്നു. അതായിരിക്കാം. ഇപ്പോഴും എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഇവനെ ഹോൾഡ് ചെയ്തതെന്ന്. അപ്പൊ അത് ഇവര് 3 ചെറുപ്പക്കാരിങ്ങനെ വന്നു. അവര് നമ്മള് ഇതിനെ കാണുമ്പോഴും നല്ല ഐറ്റം വെയിറ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു ചാൻസ് പോലും എടുക്കണ്ടെന്നുള്ള രീതിയിൽ ഒരു ഹോൾഡ് ചെയ്താണ്. അതായിരിക്കാനാണ് വഴി എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. നിങ്ങൾക്ക് മാത്രം അത് സംഭവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ നിർഭാഗ്യം കൊണ്ട് അങ്ങനെ ഒരു യാത്ര മുടങ്ങി. അത് മുടങ്ങി. പക്ഷെ ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നു, ഒരു പക്ഷെ ഞാൻ ഹോങ്കോങ്ങിൽ ഇറങ്ങി 2 ദിവസം സ്പെൻഡ് ചെയ്ത് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അനുഭവം ഉണ്ടായിരുന്നു. എനിക്കിത് ഓർക്കാൻ പോലും പറ്റില്ല. മീൻസ് ഇത്തരത്തിലുള്ള അനുഭവം ഉള്ളതിന്റെ പേരിലാണ് ഈ ഒരു 2 ദിവസത്തെ യാത്ര, എന്റെ ഇത്രയും നാള് ഞാൻ യാത്ര ചെയ്തതിനേക്കാളും അധികം ഞാൻ ഓർക്കുന്നതും ഞാൻ എൻജോയ് ചെയ്യുന്നതും, ഈ ഓർമ്മകളിൽ ഞാൻ എൻജോയ് ചെയ്യുന്ന ഈ ഒരു 2 ദിവസത്തെ എന്റെ അനുഭവമാണ്. അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. പല രാജ്യങ്ങളിലുള്ള ആള്. തിരിച്ച് ഞാൻ എയർപോർട്ടിൽ ഇറങ്ങി, ഞാൻ ഇവിടുത്തെ ഇമിഗ്രേഷനോട് ചോദിച്ചു, നിങ്ങൾ ഏതെങ്കിലും ഹോങ്കോങ് സിറ്റിസനെ നിങ്ങൾ ഇവിടെ ഡിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ഇല്ല. അപ്പൊ അവർ എംബസി ഇടപെടും. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ചാൻസ് കിട്ടിയാൽ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം ഒരു രാജ്യത്ത് വന്നിട്ട് തിരിച്ചയക്കപ്പെടുമ്പോൾ ഉണ്ടായിരുന്ന മനസ്സിനുള്ള ഒരു വേദന എന്താന്നുള്ളത്. പക്ഷെ നമ്മളിപ്പോ ഒരു ജോലി അന്വേഷിച്ച് വന്ന് പിടിക്കപ്പെട്ടാലോ അല്ലെങ്കിൽ നമ്മളൊരു അഭയം തേടി വന്നിട്ട് അവർ പുറത്താക്കിയാലൊന്നും കുഴപ്പമില്ല. നമ്മളെ രാജ്യം കാണാൻ വന്നിട്ട് നമ്മളെ ഹോൾഡ് ചെയ്തിട്ട് നമ്മള് തിരിച്ചു പോരാന്നുള്ളത് മനസ്സിൽ. ഞാൻ ഇതുവരെ അതിനു ശേഷം ഹോങ്കോങ്ങിൽ പല അവസരം ഉണ്ടായിട്ടും ഞാൻ പോയിട്ടില്ല. എനിക്കെന്തോ രാജ്യത്തോട് അവിടുത്തെ ആളുകളൊന്നും വെറുപ്പായി. അപ്പൊ അതിന് തിരിച്ച് ഞാൻ കാറിൽ കയറി ടാക്സിയിൽ കയറി വരുന്ന ഞാൻ ഇങ്ങനെ ആലോചിക്കരുത് അവിടുത്തെ ഒരു അവസ്ഥ എന്തായാലും ഉണ്ടാവുന്നുള്ളൂ. കാരണം ഈ നാദിക്കാരൻ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും, ഈ ഇറാഖുകാരൻ അവന്റെ സുഹൃത്തിനെ കിട്ടിയോ, അവനവിടെ റിലീസ് കിട്ടിയോ, സണ്ണിയുടെ അവസ്ഥ എന്താണ്, മറ്റേ കെനിയക്കാരൻ അവന്റെ ബാഗേജ് അവൻ തിരിച്ച് നാട്ടിലേക്ക് പോയോ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ്. സത്യത്തിൽ ഇടയ്ക്ക് ഞാൻ എന്റെ മനസ്സിൽ ഇപ്പോഴും ആ ചോദ്യങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട്. എന്തൊക്കെ ഇവർക്ക് ഒരാളെ പോലും നമുക്ക് കണ്ടുമുട്ടാൻ പറ്റില്ല, ഇവരാരുടെ നമ്പറും നമ്മളൊന്നും വാങ്ങിച്ചില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റിയിട്ടില്ല. ഇവരൊക്കെ അവസ്ഥ എന്തായിരുന്നിരിക്കും എന്നിപ്പോഴും ഒരു ചോദ്യങ്ങൾ ഇങ്ങനെ പലപ്പോഴും ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ അതായിരിക്കട്ടെ ഞാനിങ്ങനെ അത് ഇത് ഇടക്കിടക്ക് ഇങ്ങനെ ഈ ഒരു ഇൻസ്റ്റൻസ് ഓർക്കുന്നത്, ഈ ഒരു യാത്ര. അപ്പൊ വീട്ടില് അതുവരെ ഹബീബും ഇപ്പൊ ഇടയ്ക്ക് രാജേഷ് വിളിച്ചു എന്ന് പറഞ്ഞു.
ഹബീബും സമദും വീട്ടിലേക്ക് അതുവരെ വിളിച്ചിട്ടുമില്ല, ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുമില്ല. രാജേഷ് ആയാലും വീട്ടിൽ വിളിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ സെല്ലിലാണെന്നൊന്നും ഇങ്ങനെ പെട്ടുപോയതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാനും ഈ അടുത്ത കാലത്താണ് പറഞ്ഞത് വീട്ടിൽ. കാരണം അവരോടൊക്കെ നമ്മൾ ഹോങ്കോങ് സെല്ലിലാണ്, ഹോങ്കോങ് ജയിലിലാണ് കിടക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിലുള്ള അവസ്ഥ ആലോചിച്ചു. വല്ലാത്തൊരു അവസ്ഥയായിരിക്കും. അപ്പൊ അത് ആരോടും പറഞ്ഞില്ല. ഞങ്ങൾ വളരെ രഹസ്യമായിട്ട് അത് മൂടി വെച്ചു. ഈ അടുത്ത കാലത്താണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ചൈനയിലേക്ക് പലപ്പോഴും പലരും ഞങ്ങൾ ചൈനയിൽ പോയതാണ്. ഞങ്ങൾ ചൈനയിൽ പോയില്ല, തിരിച്ചു വരേണ്ട വന്നു. ഞാൻ മനസ്സിലാക്കിയത് ഈ ചൈനയും ഹോങ്കോങ്ങും ഇപ്പോഴും അവർക്ക് ഈ ചൈനക്കാരോട് വലിയ താല്പര്യമില്ലാത്തതിന്റെ പേരില് ചൈനക്ക് സന്തോഷം ഉണ്ടാക്കുന്ന എന്ത് കാര്യം വന്നിട്ട് ഇവര് പരമാവധി ബ്ലോക്ക് ചെയ്യാൻ നോക്കും. അതുകൊണ്ടാണ് ഇവൻ ഈ ചൈനയിൽ പോയി ഓടണം എന്ന് പറഞ്ഞപ്പോൾ നീ ഓടണ്ടെന്നുള്ള തീരുമാനത്തിൽ ഇവനെ ബ്ലോക്ക് ചെയ്തത്. ഈ സമദും ഹബീബും രാജേഷും കൂടെ പിന്നീട് ഒരു കാലത്ത് ഒരുമിച്ചിരിക്കുമ്പോ ഈ യാത്രയെ കുറിച്ചൊക്കെ പറഞ്ഞ് ചിരിക്കുകയാണോ അതോ ഒരു വിഷമമുള്ള അനുഭവമാണോ? ഒരിക്കലും ചിരിക്കുക. കാരണം അതിന് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ, അവിടെ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഫ്രീ ആയി. ഞങ്ങൾക്ക് മനസ്സിലായി ഇതാണ് സംഭവിച്ചെന്നുള്ളത്. പിന്നെ അവിടെ ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. അതിൻ്റെ ഉള്ളില് സമദ് പറയടാ സാറിന് ജ്യൂസ് പറയടാ പോലീസുകാരനോട്. അപ്പൊ ഈ മലയാളം കേട്ടിട്ട് അവരവിടെ നിന്ന് ഷട്ടപ്പ് പറയും. അപ്പൊ അങ്ങനെയൊക്കെ ഞങ്ങൾ വളരെ എൻജോയ് ചെയ്തു അതിൻ്റെ ഉള്ളില്. അവർക്കും മനസ്സിലായി, ഈ പോലീസുകാർക്കും മനസ്സിലായി ഞങ്ങൾ അങ്ങനെ വന്നവരല്ല. കാരണം നമ്മള് നിർബന്ധം പിടിച്ചില്ല ഞങ്ങൾക്ക് ഇവിടെ ഇറങ്ങണമെന്നോ ഒന്നും പറഞ്ഞില്ല. ഞങ്ങൾ വളരെ ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പോകണമെന്നാ പറഞ്ഞത്. അപ്പൊ തന്നെ അവർക്ക് മനസ്സിലായി നമ്മുടെ ഇന്റൻഷൻ ഇവിടെ ഇറങ്ങാന്നുള്ളതല്ല, അല്ലെങ്കിൽ ഇവിടെ ജോലി അന്വേഷിച്ച് വന്നവരൊന്നും അല്ല അവർക്ക് വേണ്ട. അപ്പൊ അതുകൊണ്ട് അവർ നമ്മളോട് വളരെ സ്നേഹത്തോടെയൊക്കെയാണ് പെരുമാറിയത്. ഇത് കഴിഞ്ഞപ്പോൾ അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. ഞാൻ എപ്പോഴും ഒരു ഓർക്കുന്നൊരു യാത്രയാണ് അത്. ഒരു കാര്യം ഹബീബ്, നിങ്ങള് ഇപ്പോഴും സമദിന്റെ മക്കളുടെ പേര് ഇപ്പോഴും പഠിച്ചോ? ഇല്ല, ഞാൻ സത്യത്തിൽ ഇപ്പോഴും പഠിച്ചിട്ടില്ല. എനിക്കറിയില്ല ഇപ്പോഴും ആ പേര് ഓർക്കാൻ പറ്റില്ല. അതെ. ഈ യാത്രയിൽ എനിക്ക് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മളൊരു ഫാമിലി ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ അതിന്റെ അകത്ത് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് മീൻസ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആ കൗണ്ടർ അഥവാ ഓപ്പൺ ആയിരുന്നില്ലെങ്കിൽ, ഞങ്ങൾ വന്ന് ഇറങ്ങിയപ്പോ തന്നെ ആ ക്ലോസിൽ നിന്നുള്ള ബോർഡ് എടുത്ത് മാറ്റിയിട്ട് നിങ്ങൾ 3 പേര് ഒന്നിച്ചു വരൂ എന്ന് അയാൾ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ സമദാണ് ആദ്യം, സമദും വേറെ ക്യൂവില് ഞങ്ങൾ വേറെ ക്യൂവിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സമദ് അവിടെ ഒറ്റപ്പെട്ടു പോയാനാ. കാരണം ഞങ്ങൾ ചിലപ്പോൾ റിലീസ് പുറത്തേക്ക് ഇറങ്ങി പോകും, ഇവൻ മാത്രമേ അവിടെ ഹോൾഡ് ചെയ്യും. ഇപ്പൊ ഞങ്ങൾ 3 പേരും ഉള്ളതിന്റെ പേരിലാണ് ഇവനെ കൂടുതലൊന്നും ചോദ്യം ചെയ്യാണ്ട് ഇവർക്ക് മനസ്സിലായി ഞങ്ങൾ ഫ്രണ്ട്സ് ആണെന്ന് മനസ്സിലായത്. പക്ഷെ ഇവൻ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇവനെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ സീൻ തന്നെ മാറിപ്പോയാനാ. അപ്പൊ എപ്പോഴും നമ്മൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ നമ്മൾ ഒന്നിച്ച് ഒരു ക്യൂവിൽ നിൽക്കാൻ നോക്കുക. ഇമിഗ്രേഷൻ ഈവൻ പല ക്യൂ ഉണ്ടെങ്കിൽ കൂടി നമ്മൾ ഒരു ക്യൂവിൽ തന്നെ നമ്മൾ ഒന്നിച്ചായി നിൽക്കുക. അപ്പൊ ഒരാളുടെ ചിലപ്പോൾ പാസ്പോർട്ടിൽ എന്തെങ്കിലും എറർ അല്ലെങ്കിൽ വിസയിൽ എന്തെങ്കിലും എററോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒന്നിച്ച് നിന്നിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അത് ഒരു പാഠമാണ്. രണ്ടാമത്തത്, നമ്മൾ ഈ ടെക്നോളജി ഇത്രയൊക്കെ ഉണ്ട്. ഇപ്പൊ പല എയർപോർട്ടിലും ഇപ്പോ ഡിജിറ്റൽ മൊബൈലിൽ SMS കാണിച്ചാൽ കയറ്റി വിടും. പക്ഷെ എപ്പോഴും നമ്മൾ ഡൊമസ്റ്റിക് അല്ല, ഇന്റർനാഷണൽ ട്രാവൽ ആണ്, നമ്മൾ എപ്പോഴും ഒരു ഹാർഡ് കോപ്പി പ്രിന്റ് എടുത്ത് കയ്യിൽ കരുതാം. ഐപാഡിന്റെ ചാർജ് പോയാലും നമുക്ക് ഇതൊക്കെ കാണിച്ചൊരു പ്രൂഫ് കാണിക്കാനല്ലേ, പ്രൂഫ് കാണിക്കാൻ എന്തെങ്കിലും ഒരു പ്രൂഫ് നമ്മളിത് വേണം. ഒരുപക്ഷെ അത് ഉണ്ടായിരുന്നെങ്കിൽ കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവില്ലായിരുന്നിരിക്കാം. ഇത് അവിടെ അകത്ത് കൊണ്ടുപോയപ്പോഴാണ് അവർ കൂടുതലൊക്കെ ചോദ്യം ചെയ്തത്. അപ്പൊ അതൊരു പാഠമാണ്. പിന്നെ നമ്മള് ഒന്നിച്ചാണെന്നുണ്ടെങ്കിൽ പരസ്പരം ഈ പറയുന്ന ചോദ്യങ്ങളൊക്കെ വരുമ്പോഴേ, ഇപ്പൊ കുറെ കാര്യങ്ങൾ എനിക്ക് അറിയാവുന്നവരാണ് സമനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയത്. പക്ഷേ ഞങ്ങൾ വളരെ ക്ലോസ് ഫ്രണ്ടാണ്. അവന്റെ ഒരു കാര്യം എനിക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അനുഭവം വ്യത്യസ്തമായിരുന്നു, കാര്യങ്ങൾ മാറിയാണ്. അത് ഓരോ യാത്രകളും നമുക്ക് ഓരോരോ പുതിയ പുതിയ കാര്യങ്ങൾ പഠിപ്പിച്ചു തരും. ഒരു നല്ലൊരു അനുഭവം വരുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള യാത്രകളാണ് ശരിക്കും നമ്മൾ ഓർക്കുക. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറഞ്ഞാൽ നമ്മളല്ലാതെ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ പല യാത്രകളും മറന്നുപോയി. നമ്മൾ ഓർക്കാനായിട്ടൊന്നുമില്ല. സാധാരണമാരി തന്നെ എന്തെങ്കിലും കണ്ടു അല്ലെങ്കിൽ ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ചു വരും എന്നല്ലാതെ ഇതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പിന്നീട് അത് ഓർക്കുകയും നമുക്ക് പിന്നീട് വളരെ രസകരമായിട്ട് തോന്നുന്നു അത്രയും യാത്രകൾ. അതൊരു അനുഭവം വരും. താങ്ക് യു ഹബീബ്. ഹബീബിന്റെ ഇനിയും ഒരുപാട് യാത്രകൾ ഉണ്ടാകട്ടെ, വിഷമകരമായ അനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. ഹബീബിന് അത് ഇഷ്ടമാണെങ്കിലും അങ്ങനെ ഒരു സുഹൃത്തെന്നുള്ള രീതിയിൽ എനിക്ക് അങ്ങനെയുള്ളൊരു അനുഭവങ്ങളോട് ഹബീബ് കടന്നു പോകാതിരിക്കട്ടെ എന്ന് മാത്രമേ ആശംസിക്കാൻ പറ്റുള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിംഗ് യുവർ സ്റ്റോറി. തീർച്ചയായിട്ടും വളരെ സന്തോഷം അരവിന്ദ്, ഇത്രയും നേരം നമുക്ക് സംസാരിക്കാൻ പറ്റിയാലും. പല പ്രാവശ്യം നമ്മൾ ഈ പോഡ്കാസ്റ്റിൽ സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടും പല കാരണങ്ങൾ കൊണ്ടൊന്നും സാധിക്കാതെ പോയി. എന്തായാലും വളരെ സന്തോഷമുണ്ട്.
യാത്രകളിലെ അപ്രതീക്ഷിത അനുഭവങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ചും മലയാളികളായ 3 യാത്രികർക്ക് ഹോങ്കോങ് എയർപോർട്ടിൽ ഉണ്ടായ അനുഭവങ്ങളെക്കുറിച്ചാണ് ഈ എപ്പിസോഡിൽ സംസാരിച്ചത്. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന സോഷ്യൽ മീഡിയ പേജുകളിലൂടെയോ വോയിസ് മെസ്സേജായോ പങ്കുവെക്കാവുന്നതാണ്. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നന്ദി.